السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين. പ്രിയപ്പെട്ട സദ്വിശ്വാസികളെ, നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ സാദുൽ മആദ് ഫി ഹദി ഖൈറുൽ ഇബാദ് എന്ന ഗ്രന്ഥത്തിൻ്റെ മുഖ്തസർ, അതിൽ കഴിഞ്ഞ ദർസിൽ അതിൻ്റെ ആമുഖമായിട്ടുള്ള ഭാഗങ്ങൾ, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ രീതികൾ, സുന്നത്ത്, ഹദീയ്, മാർഗനിർദ്ദേശങ്ങൾ പഠിക്കേണ്ടത് പ്രാധാന്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം എന്താണ് എന്നീ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഈ കിതാബിൽ പറയുന്ന ഫസ്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള രീതികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തുകൾ നിർവഹിക്കുമ്പോൾ അവിടുത്തെ സുന്നത്തുകൾ, ചര്യകൾ, രീതികളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ജീവിത ചരിത്രത്തിലെ ഓരോ ഭാഗങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇനി പറയുന്ന ഭാഗങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള എഴുതിയിട്ടുള്ളതിൽ ധാരാളം ഫിഖ്ഹിയായ മസ്അലകളുടെ ചർച്ചകൾ വരുന്നുണ്ട്. ഈ കിതാബ് ഒരിക്കലും ഫിഖ്ഹിന്റെ മാത്രമായിട്ടുള്ള ഒരു കിതാബല്ല. അതുകൊണ്ട് തന്നെ ഒരു ഫിഖ്ഹിന്റെ ദർസ് എടുക്കാനുള്ള ഉദ്ദേശത്തിലല്ല ഈ കിതാബ് വായിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു മസ്അലയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ തെളിവുകളും അതിൻ്റെ ചർച്ചകളും എല്ലാം വിശദീകരിച്ച് ഫിഖ്ഹ് പഠിപ്പിക്കുന്ന ഒരു ദർസായിട്ട് ഞാൻ വായിക്കുന്നില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ അഭിപ്രായങ്ങൾ തന്നെ പറഞ്ഞ് അതിൽ വളരെ ദുർബലമായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തി പറഞ്ഞും അതിൻ്റെ തെളിവുകളെ പറഞ്ഞുകൊണ്ടും പരാമർശിച്ചുകൊണ്ടും പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതാദ്യം പറയാനുള്ള കാരണം, ഏതെങ്കിലും കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമുള്ള അഭിപ്രായം ഈ കിതാബിൽ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ എന്നോട് നേരിട്ട് ചോദിക്കാം, അതല്ലെങ്കിൽ വേറെ ഉസ്താദ്മാരോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാവുന്നതാണ് ഫിഖ്ഹിയായ വിഷയങ്ങളിൽ. അപ്പോൾ ആദ്യത്തെ ഫസ്ല് ഈ കിതാബിൽ അടുത്തായിട്ട് വരുന്നത് ഫി ഹദീഹി ഫിൽ വുദൂഇ, വുദൂഇന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ എന്നതാണ്. നമ്മൾ പറഞ്ഞു ഇബാദത്തിന്റെ വിഷയങ്ങളാണ് ആദ്യം ചർച്ച ചെയ്യുന്നത്. ഇബാദത്തിന്റെ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്ക് എപ്പോഴും നിർവഹിക്കേണ്ട, ദിവസവും നമ്മുടെ മേൽ നിർബന്ധമായിട്ടുള്ള ബാധ്യതയാണ് 5 വഖ്ത് നിസ്കാരം. ആ 5 വഖ്ത് നിസ്കാരം നിർവഹിക്കണമെങ്കിൽ വുളു ആവശ്യമാണ്. വുളു നിസ്കാരത്തിന്റെ ഷർത്താണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങളും അവിടുന്ന് എങ്ങനെയാണ് വുളു എടുത്തിരുന്നത്, എങ്ങനെയാണ് അതിന്റെ രീതികൾ എന്നീ കാര്യങ്ങളാണ് ആദ്യം വരുന്നത്. كان صلى الله عليه وسلم يتوضأ لكل صلاة في غالب أحيانه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധിക സമയത്തും ഓരോ നിസ്കാരത്തിനും വേണ്ടി വുളു എടുക്കാറുണ്ടായിരുന്നു. ഓരോ നിസ്കാരത്തിനും വേണ്ടിയിട്ട് ഓരോ വുളു പുതുക്കി എടുക്കാറുണ്ടായിരുന്നു. വുളു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നിസ്കരിക്കണമെങ്കിൽ ശുദ്ധി വേണം. ആ ശുദ്ധിയാകാൻ, തുഹൂർ നടത്താൻ അസ്ലിയായിട്ടുള്ള കാര്യം വെള്ളമാണ്. വെള്ളമില്ല എങ്കിൽ തയമ്മുമും മറ്റും അനുവദനീയമായ മേഖലയുമുണ്ട്. വുളുവിന്റെ രൂപവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ നിസ്കാരത്തിനും ഓരോ വുളു ആയിക്കൊണ്ട് എടുക്കാറുണ്ടായിരുന്നു. കാരണം നമുക്ക് ഹദീസിൽ കാണാം, ലാ യഖ്ബലുല്ലാഹു സ്വലാത അഹദിക്കും ഇദാ അഹ്ദസ ഹത്താ യതവദ്ദഅ, വുളു ഇല്ലാതെ ഒരാളുടെ നിസ്കാരം സ്വീകരിക്കുകയില്ല. വറുബ്ബമാ സ്വല്ലാ സ്വലവാതി ബിവുദൂഇൻ വാഹിദിൻ, എന്നാൽ ഇടക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വുളു കൊണ്ട് തന്നെ ഒരുപാട് നിസ്കാരങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നു. അഥവാ ളുഹറിന് മുമ്പ് വുളു എടുത്താൽ ളുഹറും അസറും മഗ്രിബും, അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു വുളു കൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ നിസ്കാരങ്ങൾ നിസ്കരിക്കാറുമുണ്ട്. വകാന യതവദ്ദഉ ബിൽ മുദ്ദി താറതൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുക്കാൻ ഉപയോഗിക്കാറുള്ള വെള്ളം
ഒരു മുദ്ദാണ്. ഒരു മുദ്ദ എന്ന് പറഞ്ഞാൽ 2 കൈകൾ കൂട്ടിച്ചേർത്ത് വെച്ചാൽ അതിൽ കൊള്ളാവുന്ന വെള്ളത്തിനാണ് മുദ്ദ എന്ന് പറയുന്നത്. അത്ര വെള്ളം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുക്കാറുണ്ട്. വബിസുലുസൈഹി താറതൻ, ചില സമയങ്ങളിൽ ഈ ഒരു മുദ്ദിന്റെ 1/3 കൊണ്ട് വുളു എടുക്കാറുണ്ട്. വബി അസീദ മിൻഹു താറതൻ, ഒരു മുദ്ദിനേക്കാൾ കൂടുതൽ വെള്ളം കൊണ്ടും ഇടക്കൊക്കെ വുളു എടുക്കാറുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുക്കുമ്പോൾ ഉപയോഗിച്ചിരുന്ന വെള്ളത്തിന്റെ അളവാണ് പറയുന്നത്. പറയാൻ ഇസ്റാഫ് എന്നുള്ളത് അഥവാ പരിധി വിട്ടുകൊണ്ട് ഉപയോഗിക്കുക എന്നുള്ളത് വുളൂയിലും ബാധകമായിട്ടുള്ള കാര്യമാണ്. വുളു ആണെങ്കിൽ പോലും പരിധി ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് വെള്ളം ഉപയോഗിച്ചുകൊണ്ട് വുളു എടുക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യമാണ്. ഇസ്റാഫ് ഉണ്ടാകാൻ പാടില്ല. വുളു എടുക്കുന്ന വിഷയത്തിലാണെങ്കിലും ഇസ്റാഫ് ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് പറയാണ് വകാന മിൻ ഐസരിൻ നാസി സബ്ബൻ ലിമാഇൽ വുളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു ജനങ്ങളിൽ വളരെ കുറഞ്ഞ വെള്ളം ഉപയോഗിച്ച് വുളു എടുക്കാറുണ്ടായിരുന്നത്. പല ആളുകളും വുളുവിന്റെ വിഷയത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത് കുളിക്കുന്നത് പോലെ അല്ലെങ്കിൽ ധാരാളം വെള്ളം ഒഴിച്ച് അങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകി വുളു എടുക്കണം എന്നൊരു ധാരണ പല ആളുകളുടെയും വിഷയത്തിൽ വന്നിട്ടുണ്ട്. വുളു എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എടുക്കുക എന്നുള്ളതാണ്. ഇസ്ബാഹുൽ വുളു എന്നാണ് ഹദീസിലൊക്കെ വന്നിട്ടുള്ളത്. നല്ല രീതിയിൽ എടുക്കുക എന്നുള്ളത്, അതായത് കുറെ വെള്ളം ഉപയോഗിച്ച് എടുക്കുക എന്നല്ല അതിന്റെ ഉദ്ദേശം. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറഞ്ഞ വെള്ളം കൊണ്ട് വുളു എടുക്കാറുള്ള ആളായിരുന്നു. ധാരാളം വെള്ളം വുളുവിന്റെ പേരിൽ ഉപയോഗിച്ചിട്ടില്ല. വയുഹദ്ദിറു ഉമ്മതഹു മിനൽ ഇസ്റാഫി ഫീഹി, അത് മാത്രമല്ല തന്റെ ഉമ്മത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം ഉപയോഗിക്കുന്നിടത്ത്, വുളുവിന് വെള്ളം ഉപയോഗിക്കുന്നിടത്ത് പരിധി വിടുന്നതിനെ തൊട്ട് ഇസ്റാഫിനെ തൊട്ട് താക്കീത് ചെയ്തിട്ടുമുണ്ട്. എന്താണ് സംഭവം? ഒരിക്കൽ സഅദ് റളിയല്ലാഹു അൻഹു വുളു എടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തുകൂടെ കടന്നുപോയി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവ് കണ്ടപ്പോ ചോദിച്ചു, മാ ഹാദാ ഇസ്റാഫു യാ സഅദ്, സഅദേ എന്താണ് നീ ഇത്ര കൂടുതലായിട്ട് ഇസ്റാഫ് വെള്ളം ഉപയോഗിക്കുന്നത്, ധാരാളം വെള്ളം ഉപയോഗിച്ച് ചെയ്യുന്നത്? ഖാല, അപ്പോ സഹാബി ചോദിച്ചു, അഫിൽ വുളൂഇ സറഫുൻ, നബിയെ വുളു ഇബാദത്താണ്, ഇബാദത്തിന് ആവശ്യമായിട്ടുള്ള കാര്യമാണ്, അതിലും വെള്ളം കൂടുതൽ ഉപയോഗിച്ച ഇസ്റാഫ് ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഅം വഇൻ കുൻത അലാ നഹ്രിൻ ജാരിൻ, ഒഴുകുന്ന ഒരു അരുവിയിൽ നിന്ന് വുളു എടുക്കുകയാണെങ്കിൽ പോലും വുളുവിനെടുക്കുന്ന വെള്ളം അത് മിതമായ നിലയിലായിരിക്കണം. വെള്ളം കുറയോ എന്നുള്ള പേടി കൊണ്ടല്ല പറയുന്നത്. വെള്ളം കുറയോ എന്നുകൊണ്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്, വുളു എടുക്കാൻ കുറച്ച് വെള്ളം എടുത്തത്. വെള്ളം ഒഴുകുന്ന നദിയിൽ ധാരാളം വെള്ളമുണ്ട് എങ്കിൽ പോലും വുളുവിന്റെ വിഷയത്തിൽ ആ മിതമായ നിലയിലുള്ള വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുദ്ദ് കൊണ്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ 1/3 ചെയ്തിട്ടുണ്ട്, അതിൽ അധികരിച്ച രീതിയിലും ഇടയ്ക്കെല്ലാം വുളു എടുത്തിട്ടുണ്ട്. വസഹ അൻഹു അന്നഹു തവദ്ദഅ മറത്തൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുക്കാറുണ്ടായിരുന്നു ഒറ്റ തവണ കഴുകിക്കൊണ്ടും, വമറത്തൈൻ വസലാസൻ 2 തവണ കഴുകിക്കൊണ്ടും 3 തവണ കഴുകിക്കൊണ്ടും. അതായത് വുളു എടുക്കുമ്പോൾ ഓരോ അവയവങ്ങളും 1 തവണ കഴുകിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുക്കാറുണ്ട്, 2 തവണ കഴുകിക്കൊണ്ട് വുളു എടുക്കാറുണ്ട്, 3 തവണ കഴുകിക്കൊണ്ട് വുളു എടുക്കാറുണ്ട്. ഇത് 3നും സ്വഹീഹായ ഹദീസുകൾ വന്നിട്ടുണ്ട്. വഫീ ബഅദിൽ അഅ്ദാഇ മറത്തൈൻ വബഅദിഹാ സലാസൻ, ചില അവയവങ്ങൾ 2 തവണയും ചില അവയവങ്ങൾ 3 തവണ കഴുകി വുളു എടുക്കാറുണ്ട്. അതായത് 1 തവണ കഴുകൽ നിർബന്ധമാണ്, 3 തവണ കഴുകൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപമാണ്. 2 തവണ കഴുകിയിട്ടും വന്നിട്ടുണ്ട്. ഒരേ വുളുവിൽ തന്നെ ചിലപ്പോൾ മുഖം 2 തവണ കഴുകിയിട്ടുണ്ടാവും, ചിലപ്പോൾ കാല് 3 തവണ കഴുകിയിട്ടുണ്ടാവും. ഓരോ അവയവങ്ങൾ വ്യത്യസ്തമായ എണ്ണത്തിൽ കഴുകിയതായിട്ടും വന്നിട്ടുണ്ട്. വകാന യതമദ്മദു വയസ്തൻഷിഖു താറതൻ ബിഗർഫത്തിൻ വതാറതൻ ബിഗർഫതൈൻ വതാറതൻ ബിസലാസിൻ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായിൽ വെള്ളം കൊപ്പിക്കുകയും അതുപോലെ മൂക്കിൽ കയറ്റി ചീറ്റുകയും 1 തവണയായിട്ട് ഒരു കൈയിൽ 1 തവണ വെള്ളം എടുത്തുകൊണ്ടും 2 തവണയും 3 തവണയും അതുപോലെ ചെയ്തതായി വന്നിട്ടുണ്ട്. പിന്നെ
വകാന യസിലു ബൈനൽ മദ്മളതി വലിസ്തിൻഷാഖ്. ഇനി ഈ കൊപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ളത് രണ്ട് രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ട്. അതായത് 3 തവണ വായിൽ കൊപ്പിളിക്കുക മാത്രം ചെയ്യും, പിന്നെ 3 തവണ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റും. അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഒരു തവണ തന്നെ വെള്ളം എടുത്ത് അതിൽ കൊപ്പിളിക്കുകയും അതിൽ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്ന രീതിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തിട്ടുണ്ട്. വകാന യസ്തൻഷിഖു ബിൽ യുംന വയൻതസിറു ബിൽ യുസ്റാ. വലത്തെ കൈകൊണ്ട് വെള്ളം മൂക്കിൽ കയറ്റുകയും ഇടത്തെ കൈകൊണ്ട് ചീറ്റുകയും ചെയ്യാറായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഫിഖ്ഹിയായിട്ടുള്ള കിതാബ് എടുക്കുകയാണെങ്കിൽ ഈ ഓരോന്നിനും ദലീലുകൾ പറഞ്ഞ് വിശദീകരിച്ചെടുക്കാവുന്നതാണ്. പക്ഷെ ഈ കിതാബിനെ ഈ രീതിയിൽ, ഇതിന്റെ ഒരു മനോഹാരിത എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രീതികൾ അടുക്കി ആ ഒരു ഓർഡറിലായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എല്ലാ ദലീലുകളും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാത്തത്, ഈ കിതാബിനെ വിശദീകരിക്കാത്തത്. നമ്മളെ കിതാബുകൾ വായിച്ചു പോകുമ്പോൾ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ മാത്രമാണ് ദലീലുകൾ പറയുന്നുള്ളൂ, അല്ലാതെ ആ രീതികൾ മാത്രമാണ് പറയുന്നത്. وكان يمسح رأسه كله تارة وتارة يقبل بيديه ويدبر بها. തല തടവാറുള്ള വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തല മുഴുവൻ ഇങ്ങനെ ഒരു വട്ടം തടവാറുണ്ട്. ചില സമയങ്ങളിൽ തടവി പിന്നിലേക്ക് എത്തി അത് മുന്നിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യാറുണ്ടായിരുന്നു. വലം യസിഹ അന്നഹു ഇഖ്തസറ അലാ മസ്ഹി ബഅദ് റഅസിഹി അൽബത്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടേയില്ല തലയുടെ ഏതെങ്കിലും ഭാഗം മാത്രം തടവുന്ന രീതി. നമ്മുടെ നാടുകളിൽ ധാരാളം ആളുകൾ, അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്, ചില ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും വുളു എടുക്കുന്ന സമയത്ത് ഈ തലയുടെ നെറ്റിയുടെ ആദ്യ ഭാഗത്തുള്ള ഈ മുടിയിൽ മാത്രം 3 തവണ തടവിക്കൊണ്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്ഥിരപ്പെട്ട് വന്നിട്ട് തന്നെ ഇല്ല, അതിന് യാതൊരു തെളിവുമില്ല. വലാകിൻ കാന ഇദാ മസ്ഹ അലാ നാസിയതിഹി കമ്മല അലൽ ഇമാമതി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെറ്റി മാത്രം തടവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന്റെ ബാക്കി തലക്കെട്ടിന്റെ മുകളിലൂടെയും ചെയ്തിട്ടുണ്ടാവും. അതായത് അന്ന് അറബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രീതി പറഞ്ഞാൽ തലയെക്കെട്ട് കെട്ടാറുണ്ട്. ഇന്നത്തെ അറബികളുടെ പോലെ തട്ടമോ അല്ലെങ്കിൽ പെട്ടെന്ന് അഴിച്ച് പെട്ടെന്ന് കെട്ടാൻ പറ്റുന്ന ഷിമാഖോ അല്ല ഉദ്ദേശം ഒന്നിനു മേലെ ഒന്നായി കൊണ്ട് കെട്ടുന്ന, അഴിക്കാൻ ബുദ്ധിമുട്ടുള്ള തലയെക്കെട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിൽ ആ തലയെക്കെട്ടോട് കൂടി വുളു എടുക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നത് ആ ഇമാമയുടെ മുടിയിലല്ല, ഇമാമയുടെ മുകളിലൂടെ തടവിയാൽ മതിയാകും. മസ്ഹ് അനുവദിക്കപ്പെട്ടുള്ള ഒരു മേഖലയാണ്. എന്നാൽ ആ തലയുടെ ഏതെങ്കിലും മുടിയുടെ ഏതെങ്കിലും ഭാഗം പുറത്ത് കാണുന്നുണ്ടെങ്കിൽ, മുൻഭാഗത്തുണ്ടെങ്കിൽ അതിൽ തടവിക്കൊണ്ട് ബാക്കി ഭാഗത്ത് എന്ത് ചെയ്യാറുണ്ട്, ആ ഇമാമയുടെ മുകളിലായിക്കൊണ്ട്, തലയെക്കെട്ടിന്റെ മുകളിലായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തടവാറുണ്ടായിരുന്നു. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. അപ്പൊ അങ്ങനെ തടവൽ അനുവദനീയമാണ്. പറയുന്നു, തൊപ്പിയുടെ വിഷയത്തിലോ അഴിക്കാൻ എളുപ്പമുള്ള വിഷയങ്ങളിലോ അല്ല, അഴിക്കുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ള മശക്കത്തുള്ള വിഷയങ്ങളിൽ തല തടവാൻ ഈ ഇമാമയുടെ മുകളിലായിക്കൊണ്ട് തടവൽ അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ ആദ്യത്തിൽ തടവിയിട്ടുണ്ടെങ്കിൽ പിന്നിൽ ഇമാമയുണ്ടെങ്കിൽ അതിനെ കൊണ്ട് പൂർത്തീകരിക്കാറുണ്ടായിരുന്നു. വമാ തവദ്ദഅ ഇല്ലാ തമൽമള വസ്തൻഷഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായിൽ വെള്ളം കൊപ്പിളിക്കാതെയും അതുപോലെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാതെയും വുളു എടുത്തിട്ട് തന്നെ ഇല്ല. അതായത് ചില ആളുകൾക്ക് ഒരഭിപ്രായമുണ്ട്, വുളുവിൽ വായിൽ വെള്ളം കൊപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു റുക്കിനല്ല എന്ന് അഭിപ്രായമുള്ള ആളുകളുണ്ട്. പക്ഷേ മുഖം കഴുകുന്നതിൽ ഉൾക്കൊണ്ടിട്ടുള്ള, കാരണം വുളുവിന്റെ ആയത്തിൽ ഖുർആനിൽ വന്നിട്ടുള്ള ഭാഗത്തിൽ ഈ മൽമത്തും ഇസ്തിൻഷാഖും പ്രത്യേകം പറഞ്ഞിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് നിർബന്ധമല്ല എന്ന് പറയുന്നത്. എന്നാൽ മുഖത്തിൽ അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ഈ 2 കാര്യങ്ങൾ ചെയ്യാതെ വുളു എടുത്തിട്ടില്ല. വലം യഹ്ഫദ് അൻഹു അന്നഹു അഖല്ല ബിഹിമാ മറത്തൻ വാഹിദ. ഒരു തവണ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ചെയ്യാതെ വുളു എടുത്തായിട്ട് വന്നിട്ടില്ല. വകദാലികൽ വുളൂഉ മുറത്തബൻ മുതവാലിയൻ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു തർത്തീബോട് കൂടിയാണ് എടുക്കാറുണ്ടായിരുന്നത്. അതുപോലെ മുവാലാത്ത് അടുപ്പിച്ചുകൊണ്ടാണ് എടുക്കാറുള്ളത്. വുളുവിന്റെ റുക്നുകൾപ്പെട്ടതാണ് തർത്തീബ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല വുളുവിന്റെ ആയത്തിൽ, ഏതാണ് വുളുവിന്റെ ആയത്ത്? സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ ആയത്ത്. ആ ആയത്തിൽ എങ്ങനെയാണോ വുളുവിന്റെ അവയവങ്ങളെ എണ്ണി പറഞ്ഞത് ആ രീതിയിൽ തന്നെ വുളു എടുക്കണം. എന്താണ് ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലസ്സലാ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിസ്കാരത്തിന് വേണ്ടി നിന്നാൽ, നിസ്കാരത്തിന് ഒരുങ്ങിയാൽ, ഇലസ്സലാത്തി ഫഗ്സിലു വുജൂഹക്കും,
നിങ്ങൾ നിങ്ങളുടെ മുഖം കഴുകുക. വൈദിയക്കും ഇലൽ മറാഫിഖ്, കൈകൾ മുട്ടുൾപ്പെടെ കഴുകുക. വംസഹു ബിറുഊസിക്കും, നിങ്ങൾ നിങ്ങളുടെ തല തടവുക. വ അർജുലക്കും, നിങ്ങളുടെ കാല് കഴുകുക. ഇലൽ കഅബൈൻ, ഞെരിയാണി വരെ. അപ്പോൾ ഈ ഒരു ഓർഡർ അനുസരിച്ച് മുഖം, കൈ, തല, ആ ഒരു ഓർഡർ അനുസരിച്ചിട്ടാണ് വുളു എടുക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രീതിയിലല്ലാതെ വുളു എടുത്തിട്ടില്ല. അതുപോലെ തന്നെ മുവാലാത്ത് എന്ന് പറഞ്ഞാൽ ഈ അവയവങ്ങൾ തമ്മിൽ അടുപ്പമുണ്ടായിരിക്കണം. അതായത് മുഖം കഴുകി എന്നിട്ട് കുറെ നേരം കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് കൈ കഴുകുകയാണ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒക്കെ കഴിഞ്ഞു കാല് കഴുകാൻ കുറെ നേരം കഴിഞ്ഞിട്ട് കാല് കഴുകുകയാണ്. അങ്ങനെ പാടില്ല. അത് തമ്മിൽ ഒരടുപ്പം ഉണ്ടായിരിക്കണം. എത്രത്തോളമാണ് ഉണ്ടാകേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്, ആ നനവ് വറ്റുന്നതിന് മുമ്പ് അടുത്ത അവയവം കഴുകിയിരിക്കണം. ഒരു മുഖം കഴുകി ആ മുഖത്തെ നനവ് പോകുന്നതിന് മുമ്പ് അടുത്ത കൈ കഴുകിയിരിക്കണം. അതിന് ആ നനവ് വറ്റിക്കഴിഞ്ഞ് അത്ര സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യം മുതൽ വുളു എടുക്കേണ്ടതാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാലിക്കാറുണ്ടായിരുന്നു. വലം യുഖില്ല ബിഹി മറത്തൻ വാഹിദത്തൻ, ഒരു തവണ പോലും ഈ രീതിയിലല്ലാതെ തർത്തീബും മുവാലാത്തും ഇല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തിട്ടില്ല. വകാന യഗ്സിലു റിജ്ലൈഹി ഇദാ ലം യകൂനാ ഫീ ഖുഫൈൻ വലാ ജൗറബൈൻ, കാലിൽ സോക്സോ അതുപോലെ തന്നെ അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്ന നമ്മുടെ ഷൂസോ പോലെയുള്ള വേറൊരു ജൗറബ എന്ന് പറയുന്നത് തൊലി കൊണ്ടോ മറ്റുണ്ടാക്കുന്ന വേറൊരു പിന്നെ വസ്ത്രം പോലെ കാലിൽ ധരിക്കാറുണ്ട്. അതോ ഇല്ല എങ്കിൽ, അത് ധരിച്ചിട്ടില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാല് കഴുകാറുണ്ടായിരുന്നു. അത് ധരിച്ചിട്ടുണ്ടെങ്കിലോ തടവാറിനുള്ളത് വരുന്നുണ്ട്. വയംസഹു ഉദ്നൈഹി മഅ റഅസിഹി ളാഹിറഹുമാ വബാത്തിനഹുമാ, അതുപോലെ തന്നെ ചെവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരു ചെവികളും തല തടവുന്നതിനോടൊപ്പം തന്നെ തടവാറുണ്ടായിരുന്നു. ചെവിയുടെ അകത്തും പുറത്തും തല തടവുന്നതിനോടൊപ്പം തന്നെ ചെവിയുടെ ഉള്ളിലുള്ള ഭാഗത്തും അതുപോലെ തന്നെ പിൻഭാഗത്തും പുറത്തുള്ള ഭാഗത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തടവാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതും ഒഴിവാക്കിയിട്ടില്ല വുളു എടുക്കുന്ന സമയത്ത്. അതായത് ചെവി പ്രത്യേകം പറഞ്ഞിട്ടില്ല ആയത്തിൽ. തല തടവുന്നതിൽ നമുക്ക് എന്താണ്, ഖുർആനിൽ ഒരായത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചു തന്നിട്ടുള്ള രീതിയിൽ തല തടവുന്നതിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെവി തടവാറുണ്ടായിരുന്നു, അകത്തും പുറത്തും. وكل حديث في أذكار الوضوء التي تقال عليه فكذب, ഹദീസിന്റെ വിഷയത്തിൽ പറയപ്പെടുന്ന അദ്കാറുകൾ, വുദൂഇന്റെ വിഷയത്തിൽ പറയപ്പെടുന്ന അദ്കാറുകൾ, ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ കദിബാണ്. അതായത് വുദൂഇന്റെ വിഷയത്തിൽ ഓരോ അവയവം കഴുകുമ്പോൾ ഓരോ ദിക്ർ അല്ലെങ്കിൽ വേറെ പല ദിക്റുകളുമെല്ലാം ആളുകളുടെ ഇടയിൽ പ്രചാരത്തിലുണ്ട്. അതെല്ലാം കളവായിട്ടുള്ളതാണ്, ശരിയായിട്ടുള്ളതല്ല. ഗൈറു തസ്മിയത്തി ഫി അവ്വലിഹി, രണ്ട് കാര്യങ്ങൾ ഒഴികെ. അതിൽ ഒന്നാമത്തേത് വുദൂഇന്റെ തുടങ്ങുന്നതിന് മുമ്പ് തസ്മിയ എന്ന് പറഞ്ഞാൽ ബിസ്മില്ല എന്ന് പറയലാണ്. ബിസ്മില്ല എന്ന് പറയൽ വുദൂഇന്റെ വാജിബായിട്ടാണ് ഉലമാക്കൾ എണ്ണിയിട്ടുള്ളത്. അഥവാ അറിഞ്ഞുകൊണ്ട് അത് ഒഴിവാക്കിയാൽ വുദൂ ശരിയാവില്ല. ഒരാൾക്ക് വുദൂ എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് അയാൾക്ക് ഓർമ്മയുണ്ട്, തസ്മിയത്തുണ്ട്, ബിസ്മില്ല പറയണമെന്ന് ഓർമ്മയുണ്ട്, എന്നിട്ട് അറിഞ്ഞുകൊണ്ട് അവൻ ചൊല്ലിയിട്ടില്ല എങ്കിൽ ആ വുദൂ ശരിയാകില്ല. എന്നാൽ അവൻ മറന്നുപോയിട്ടാണ് വുദൂ എടുത്തതെങ്കിൽ കുഴപ്പമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ബിസ്മില്ല എന്ന് പറയൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. വഖൗലു, അതുപോലെ തന്നെ വുദൂ കഴിഞ്ഞാലുള്ള ദുആ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ഇജ്അൽനി മിനത് തവ്വാബീൻ വജ്അൽനി മിനൽ മുത്തതഹിരീൻ എന്നീ ഈ ദുആ വന്നിട്ടുണ്ട്. അത് സ്വഹീഹായിക്കൊണ്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിന്റെ പ്രതിഫലം എന്താണ്? സ്വർഗത്തിലെ 8 കവാടത്തിൽ ഏതിലൂടെയും പ്രവേശിക്കാൻ സാധിക്കുന്ന ഈ ഹദിയ ദുആ പറഞ്ഞിട്ട് പറഞ്ഞു, ഫുതിഹത് ലഹു 8 അബ്വാബിൽ ജന്ന യദ്ഖുലു മിൻ അയ്യിഹാ ശാഅ. വുളു എടുത്തതിന് ശേഷം ഈ ദുആ ചെല്ലുന്ന ആൾക്ക് സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറക്കപ്പെടും. അവൻ ഉദ്ദേശിക്കുന്നതിലൂടെ അവന് പ്രവേശിക്കാൻ സാധിക്കും, സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. ഈ ദുആയിൽ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്ന് ഷഹാദത്താണ്, തൗഹീദിന്റെ വാക്കും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ മേലെ സാക്ഷ്യം വഹിച്ചുകൊണ്ടുള്ള വാക്കാണ്. എന്നിട്ട് 2 കാര്യങ്ങളാണ് തേടിയത്. അല്ലാഹുമ്മ ഇജ്അൽനി മിനത് തവ്വാബീൻ വജ്അൽനി മിനൽ മുത്തതഹിരീൻ, തവ്വാബീങ്ങൾ തൗബ ചെയ്യുന്ന ആളുകളിൽ എന്നെ ഉൾപ്പെടുത്തണമേ, ശുദ്ധിയുള്ള തഹാറത്തുള്ള ആളുകളിൽ എന്നെ ഉൾപ്പെടുത്തണമേ എന്ന് പറഞ്ഞു. ഉലമാക്കൾ പറഞ്ഞു ഈ രണ്ടും ഒരു തഹാറത്താണ്. തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ പാപങ്ങൾ കൊണ്ട് അഴുക്ക് ബാധിച്ചിട്ടുള്ളതിൽ നിന്നുള്ള ശുദ്ധീകരണമാണ് എന്ത്?
തൗബ ചെയ്യുക എന്നുള്ളത്. അഴുക്കിൽ നിന്ന്, മറ്റുള്ള അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാകുന്നതാണ് സാധാരണയുള്ള ത്വഹാറത്ത്. അപ്പൊ വുദു എന്നുള്ളത് പാപങ്ങൾ പൊറുക്കാനുള്ള ഒരു മാർഗവുമാണ്, അതുപോലെ അശുദ്ധിയിൽ നിന്ന് ബാഹ്യമായിട്ടുള്ള ശുദ്ധിയാകാനുള്ള മാർഗവുമാണ്. അപ്പൊ അതുകൊണ്ടാണ് ദുആയിൽ അങ്ങനെ വന്നിട്ടുള്ളത്. വേറെയും ദുആകൾ വുദൂഇന് ശേഷം ചില റിവായത്തുകൾ വന്നിട്ടുണ്ട്. അതിലൊന്നാണ് വഹദീസുൻ ആഖർ ഫി സുനനിൻ നസായി, സുനൻ നസായിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക്, നീ അല്ലാഹുവേ നീ പരിശുദ്ധനാണ്, നിനക്കാണ് എല്ലാ സ്തുതിയും. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഒരു ഇലാഹില്ല. അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്, ഞാനിതാ ഇസ്തിഗ്ഫാർ ചെയ്യുകയും നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്നു. ഈ ദുആവും വുദൂഇന് ശേഷമുള്ള ദുആ ആയിട്ട് സുനൻ നസായിൽ വന്നിട്ടുണ്ട്. വലം യകുൻ യഖൂലു ഫി അവ്വലിഹി നവൈതു വലാ അഹദുൻ മിനസ് സഹാബത്തിൽ ബത്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും വുദൂ എടുക്കുന്നതിന് മുമ്പ് നവൈതു, ഞാൻ നിയ്യത്ത് വെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിയ്യത്ത് പറഞ്ഞിട്ടില്ല. സഹാബികളിൽ ഒരാൾ പോലും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോ വുദൂഇന് മുമ്പേ നിയ്യത്ത് ചൊല്ലി പറയുക എന്നുള്ളത് സുന്നത്തിൽ സ്ഥിരപ്പെടാത്ത, സഹാബികൾക്ക് പരിചയമില്ലാത്ത ഒരു പുത്തൻ കാര്യമാണ്, ബിദ്അത്താണ്. പല ആളുകളും നമുക്ക് കാണാൻ സാധിക്കും. എന്ന് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഖൽബിന്റെ അമലാണ്. നമ്മൾ ഒരാൾ വുദൂ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണ്? അയാൾക്ക് നിയ്യത്തുണ്ട്. അയാൾ വെറുതെ ഈ തർത്തീബോട് കൂടി മുആലാത്തോടു കൂടി ഈ അവയവങ്ങൾ കൃത്യമായ ഉദ്ദേശത്തിൽ ആ രീതിയിൽ വെറുതെ ഒരാൾ ചെയ്യൂലല്ലോ. അപ്പൊ അയാൾക്ക് ആ നിയ്യത്തോടു കൂടി ആ മനസ്സിലുണ്ടാകുന്നതിനാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. മനസ്സിൽ ആ നിയ്യത്തുണ്ടാകണം. പക്ഷെ അത് ചൊല്ലി പറയുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ സഹാബികളിൽ നിന്നോ സ്ഥിരപ്പെട്ടിട്ടില്ല. വലം യതജാവസി സലാസത ഖത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും വുദു 3-ൽ കൂടുതൽ തവണ എടുത്തിട്ടില്ല. ഒരു തവണ എടുത്തിട്ടുണ്ട്, 2 തവണ വന്നിട്ടുണ്ട്, 3 തവണ വന്നിട്ടുണ്ട്. 3-ൽ കൂടുതൽ എടുക്കുക എന്നുള്ളത് ബിദ്അത്തുൻ ഹറാമുമാണ്. വുദു ഒന്ന് നന്നായിക്കോട്ടെ വിചാരിച്ച ഒരാള് ഒരവയവം 5 തവണ കഴുകുകയാണ്, അല്ലെങ്കിൽ 7 തവണ കഴുകുകയാണ്, അത് ശരിയല്ല. അത് ബിദ്അത്തുമാണ്, ഹറാമുമാണ്, ചെയ്യാൻ പാടില്ല. 3 തവണയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അധികമായി ചെയ്തിട്ടുള്ളൂ. വകദാലിക ലം യസ്ബുത് അൻഹു അന്നഹു തജാവസ അൽ മിർഫഖൈനി വൽ കഅബൈൻ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുദു എടുക്കുന്ന സമയത്ത് ഞെരിയാണിക്ക് മുകളിലേക്ക് കാല് കൂടുതലായി കഴുകുകയോ അതുപോലെ തന്നെ കൈമുട്ടിന് മുകളിലേക്ക് മുകളിലേക്ക് ധാരാളമായി കഴുകുകയോ ചെയ്യുകയുണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അത് സ്ഥിരപ്പെട്ടിട്ടില്ല. കാരണം ചില ആളുകൾ ഈ ഒരു ഹദീസിനെ ഇന്ന ഉമ്മത്തി യഅ്തൂന യൗമൽ ഖിയാമ ഗുർറൻ മുഹജ്ജലീന മിൻ അസരിൽ വുദു, എന്റെ ഉമ്മത്ത് നാളെ പരലോകത്ത് വെട്ടി തിളങ്ങുന്നവരായിട്ട് വരും, വുദൂഇന്റെ ആ അവയവങ്ങൾ തിളങ്ങുന്നവരായിട്ട് വരും എന്ന് പറഞ്ഞിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവി സഹാബി പറയുന്നുണ്ട്, ഫമനിസ്തതാഅ മിൻകും അയ്യുതീല ഗുർറതഹു ഫൽയഫ്അൽ, ആർക്കെങ്കിലും ആ പ്രകാശം അത് നീട്ടാൻ സാധിക്കുമെങ്കിൽ അവൻ അങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞത് കാണാം. അതിന്റെ അടിസ്ഥാനത്തിൽ ചില ആളുകളെങ്കിലും മനസ്സിലാക്കിയത് കൂടുതൽ കയറ്റി കഴുകണം എന്നുള്ള രീതിയിലാണ്. ചില സഹാബികളിൽ നിന്ന് തന്നെ അങ്ങനെ ചെയ്തതായിട്ട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്തിട്ടില്ല. നിര്യാണിക്ക് മുകളിലും അതുപോലെ കയ്യിന്റെ ഈ മുട്ട് ഉൾപ്പെടെയും മാത്രമാണ് കഴുകേണ്ട പരിധി. വലം യകുൻ യഅ്താദു തൻശീഫ അഅ്ദാഇഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുദു എടുത്തതിന് ശേഷം ആ വുദുവിന്റെ വെള്ളം തോർത്തി കളയാറുണ്ടായിരുന്നില്ല. വുദുവിന്റെ വെള്ളം തുണി കൊണ്ട് തോർത്തി കളയാറുണ്ടായിരുന്നില്ല. അത് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തോർത്തിയത് കൊണ്ട് തെറ്റല്ല, അത് വിശാലമായിട്ടൊരു കാര്യമാണ്, ചെയ്യാം. പക്ഷെ ഒന്നുകൂടി നല്ലത് വുദു എടുത്തതിന് ശേഷമെല്ലാം തോർത്താതിരിക്കുന്നതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുളി കഴിഞ്ഞാൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുണ്ടായിരുന്നില്ല? തോർത്തുപയോഗിച്ച് ശരീരത്തിലെ വെള്ളം തോർത്തിയെടുക്കാറുണ്ടായിരുന്നില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളി കഴിഞ്ഞിട്ട് മൈമൂന റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളി കഴിഞ്ഞ് വന്നപ്പോൾ തുടക്കാൻ വേണ്ടി തുണിയുമായി ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വാങ്ങിയില്ല. പകരം ഫജഅല യൻഫുദുൽ മാഅ ബിയദിഹി, കൈകൊണ്ട് തുടച്ചു നീക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നത്. തോർത്തുക എന്നുള്ളത് തെറ്റായതുകൊണ്ടല്ല, വിശാലമുള്ള കാര്യമാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദുവോ കുളിക്കോ ശേഷം തോർത്തുന്ന രീതിയല്ല ഉണ്ടായിരുന്നത്, കൈകൊണ്ട് തുടച്ചു കളയുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. വകാന യുഖല്ലിലു ലിഹ്യതഹു അഹ്യാനൻ വലം യുവാദിബ് അലാ ദാലിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താടിയെ ചിക്കകറ്റി കഴുകാറുണ്ടായിരുന്നു ഇടക്കൊക്കെ, പക്ഷെ സ്ഥിരമായി അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല.
ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. താടി രണ്ട് രൂപത്തിലുണ്ടാവും. താടിയുടെ ഉള്ളിലെ തൊലി കാണുന്ന രൂപത്തിലുള്ള നേർമയാർന്ന വലിയ തിക്കില്ലാത്ത താടിയാണെങ്കിൽ അവന് ചിക്കകറ്റി തൊലി നനച്ചുകൊണ്ട് കഴുകുക എന്നുള്ളത് അവൻ ചെയ്യേണ്ട കാര്യമാണ്. കാരണം അവന് അത്ര കട്ടിയിലല്ല താടിയുള്ളത്. എന്നാൽ ചില ആളുകൾക്ക് കട്ടിയിൽ താടി ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്ക് ആ താടിയുടെ മുകളിൽ തന്നെ കഴുകിയാൽ തന്നെയും വുളു ശരിയാകും, വുളുവിന് കുഴപ്പമുണ്ടാകില്ല. ഇടക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കസീഫായ തിക്കുള്ള താടി ഉണ്ടായിരുന്നു. അപ്പൊ ഇടക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിക്ക കെട്ടി കഴുകിയിട്ടുണ്ട്. പക്ഷെ അല്ലാതെ കഴുകിയാലും വുളു ശരിയാകും, തിക്കുള്ള താടിയാണെങ്കിൽ. അപ്പോ ഇടക്കൊക്കെ ചിക്ക കെട്ടി കഴുകാറുണ്ട്, പക്ഷെ സ്ഥിരമായി അങ്ങനെ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ വിരലുകളുടെ ഇടയിലുള്ള ഭാഗത്ത് പിന്നെ വെള്ളം കയറ്റി ഈ വിരൽ കൊണ്ട് കാലിന്റെയും കൈന്റെ എല്ലാം വിരലുകൾക്കിടയിൽ കഴുകുക എന്നുള്ളതും സ്ഥിരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, എന്നാൽ ഇടക്കൊക്കെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. വമ്മാ തഹ്രീഖുൽ ഖാതം, അതുപോലെ വുളൂഇന്റെ സമയത്ത് മോതിരം അങ്ങോട്ടും ഇങ്ങോട്ടും ഊരി നീക്കുന്ന അവസ്ഥ, അഥവാ വുളൂഇന്റെ വെള്ളം മോതിരമിട്ട ആ സ്ഥലത്ത് ഉള്ളിൽ തട്ടണം എന്ന നിലക്ക് മോതിരം ഊരി വെച്ചുകൊണ്ട് വുളു എടുക്കുന്ന ആ ഒരു അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. ഫറുവിയ ഫീഹി ഹദീസുൻ ദഈഫുൻ, ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസ് ദഈഫാണ്. മോതിരം ഊരി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ തന്നെ വുളു എടുക്കാവുന്നതാണ്. സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് ഇതിന്റെ തഅലീഖിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വാച്ചിന്റെയും വിധി. വുളു എടുക്കുന്ന സമയത്ത് അതിന്റെ ഭാഗത്ത് വെള്ളം തട്ടുമോ തട്ടില്ലയോ എന്നുള്ള പേടിയിൽ വാച്ച് ഊരി വെക്കേണ്ട ആവശ്യമില്ല, അത് ഇട്ടുകൊണ്ട് തന്നെ വുളു എടുക്കാവുന്നതാണ്. വസഹ അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു മസഹ. അടുത്ത വിഷയം വരുന്നത് മസ്ഹുമായി തടവുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഹദീഹു ഫി തയമ്മുമി വൽ മസ്ഹി അലൽ ഖുഫൈൻ, തയമ്മുമും സോക്സിന്റെ മേലെ തടവുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. وصح عنه صلى الله عليه وسلم أنه مسح في الحضر والسفر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്ഥിരപ്പെട്ടിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ സോക്സിന് മേലെയെല്ലാം തടവിയിരുന്നതായിട്ട്. ചില പിഴച്ച വിഭാഗങ്ങൾ ഈ തടവുന്ന വിഷയത്തിനെ പിഴച്ച ആളുകൾ കാണാൻ സാധിക്കും. ഈ വിഭാഗക്കാരൊക്കെ അവർ തടവില്ല, അവർ സോക്സിന് മേലെ തടവുന്ന രീതി അവർക്ക് ഉണ്ടാവില്ല. അതുപോലെ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിൽ വന്ന ആളുകളെ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്യാറുണ്ട്? യാത്രയും അല്ലാത്തപ്പോഴും ചെയ്തിട്ടുണ്ട്. വവഖ്ഖതലിൽ മുഖീമി യൗമൻ വലൈലതൻ, അതിൽ സമയം നിർണയിച്ചിട്ടുണ്ട്. യാത്രയിലല്ലാത്ത ഒരാൾക്കാണെങ്കിൽ അയാൾക്ക് ഒരു പകലും ഒരു രാത്രിയും സോക്സിന് മേൽ തടവാവുന്നതാണ്. വലിൽ മുസാഫിരി സലാസത അയ്യാമിൻ വലയാലിയഹുന്ന, ഒരു യാത്രക്കാരന് 3 പകലും അതിന്റെ 2 രാത്രിയിലും തടവാവുന്ന സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വുളുവിന്റെ സമയത്ത് തടവുന്നത് 3 സന്ദർഭങ്ങളിലാണ് വന്നിട്ടുള്ളത്. അഥവാ തുണിയുടെ മേലെ തടവുക എന്നുള്ളത് 3 രീതിയിലാണ് വന്നിട്ടുള്ളത്. ഒന്ന് നാം പറഞ്ഞ സോക്സിന് മേലെല്ലാം തടവുന്ന രീതി. രണ്ടാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇമാമയുടെ മുകളിൽ, തലയെക്കെട്ടിന്റെ മുകളിൽ തടവുന്ന രീതി. മൂന്നാമത്തെ വന്നിട്ടുള്ളത് മുറിയോ മറ്റോ ആയിട്ട് പ്ലാസ്റ്റർ ഇട്ടിട്ടുള്ള അവസ്ഥയിൽ അതിന്റെ മേലെ തടവുന്ന രീതി. ഈ 3 രീതിയിൽ വുളുഇന്റെ വിഷയത്തിൽ തടവുന്നത് മസ്ഹ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോ പറഞ്ഞത് പിന്നെ ഖുഫയുടെ മേലെ തടവുന്ന വിഷയമാണ്. അതിന് ചില നിബന്ധനകൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം തടവുന്ന രീതിയെ പറ്റി പറയാം. എങ്ങനെയാണ് തടവേണ്ടത്? സോക്സിന്റെ മേലെ തടവുന്നത്, ഇപ്പൊ ഈ അടുത്ത് നമ്മുടെ ഒരു സുഹൃത്ത് പിന്നെ ദീനിയായി ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നതാണ്, പക്ഷെ എന്തോ അറിയായിട്ടായിരിക്കണം, ഒരു യാത്രയിൽ ഞാൻ കണ്ടു അദ്ദേഹം സോക്സിന് തടവുന്നത് വെള്ളമെടുത്ത് കാലിന് ചുറ്റും താഴ്ഭാഗത്തും മേൽഭാഗത്തും എല്ലാം കൂടി തടവി കഴുകുന്നത് പോലെ തന്നെ തടവുന്നത് കണ്ടു. അറിയാഞ്ഞിട്ടായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോ ഖുഫയുടെ മേലെ തടവേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വലത് കൈയിലും ഇടത് കൈയിലും കൈ ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് വലത് കൈ കൊണ്ട് വലത്തെ കാലിന്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് തടവിയാൽ മതി. അതുപോലെ തന്നെ ഇടത് കാലിന്റെ മുകളിൽ ഇടതേ കൈ കൊണ്ട് ഒരു തവണ തടവിയാൽ മതി, അത്രയേ ഉള്ളൂ. അതിന്റെ താഴ്ഭാഗത്ത് മറ്റും തടവുക എന്നുള്ള രീതിയൊന്നുമില്ല. ഈ മേൽഭാഗത്ത് ഒരു തവണ വലത് കൈ കൊണ്ട് വലത്തെ കാലിന്റെ മേലെയും ഇടത് കൈ കൊണ്ട് ഇടത്തെ കാലിന്റെ മേലെയും തടവുകയാണ് ചെയ്യേണ്ടത്. കാരണം ആളുകൾക്ക്
പലപ്പോഴും ധാരണ ഉണ്ടാവുക സോക്സോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളുടെ താഴ്ഭാഗത്തല്ലേ കഴുകേണ്ടത്, അവിടെയല്ലേ ചളിയും മറ്റും ഉണ്ടാവുക എന്നുള്ള ധാരണയുണ്ട്. ഈ വിഷയത്തിൽ വന്ന പ്രശസ്തമായൊരു വാക്കുണ്ട്. കാരണം ദീൻ എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്, നമ്മുടെ ബുദ്ധിക്കോ ചിന്തക്കോ ശരിയും തെറ്റും തോന്നുന്നതല്ല എന്ന് പറയുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്ക് കാണാം. ലൗ കാന ദീനു ബിർറഇ, ദീന് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ചിന്തയും യുക്തിയും വിവേകവും അനുസരിച്ചു കൊണ്ടായിരുന്നുവെങ്കിൽ ലകാന അസ്ഫലുൽ ഖുഫി ഔലാ ബിൽ മസ്ഹി മിൻ അലാഹ്, ആ സോക്സ് തടവുന്ന സന്ദർഭത്തിൽ മേലെ തടവുന്നതിനേക്കാൾ തടവേണ്ടത് എന്തായിരുന്നു? അതിന്റെ താഴ്ഭാഗത്തായിരുന്നു. ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ താഴ്ഭാഗത്തായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, വഖദ് റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു അലാ ളാഹിരി ഖുഫൈഹി, ഞാൻ കണ്ടിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സോക്സിന്റെ മുകളിൽ തടവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തോ ഇല്ലയോ എന്നാണ് ദീനിന്റെ അടിസ്ഥാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചോ ഇല്ലയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചോ ഇല്ലയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നോ ഇല്ലയോ എന്നതാണ് വിഷയം. വിശ്വാസമാണെങ്കിലും കർമ്മമാണെങ്കിലും സ്വഭാവമാണെങ്കിലും എല്ലാ മേഖലയിലും ആ മാതൃകയാണ് നമ്മൾ എടുക്കേണ്ടത്. അതല്ലാതെ നമ്മുടെ ബുദ്ധിക്ക് ശരിയായി തോന്നിയില്ല അതിന്റെ അടിസ്ഥാനത്തിലല്ല ദീൻ ഒരിക്കലും നമ്മൾ പരിഗണിക്കേണ്ടത്, ഏത് മേഖലയിലാണെങ്കിലും. ഇപ്പം ദീൻ എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും വൈകാരികമായി തോന്നുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. വൈകാരികതയുടെ പേരിൽ പലതും ചെയ്യുന്ന സന്ദർഭം ഉണ്ടാവും. ഒരിക്കലും അങ്ങനെയല്ല. ദീന് നമ്മുടെ വികാരമോ നമ്മുടെ ഇഷ്ടമോ നമ്മുടെ വെറുപ്പോ നമ്മുടെ ചിന്തയോ നമ്മുടെ താല്പര്യമോ ഒന്നുമല്ല. മാ ഖാല അല്ലാഹ് വമാ ഖാല റസൂലുള്ളാഹ്, എന്താ അള്ളാഹു പറഞ്ഞത് എന്നാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്. സഹാബികൾ അതെങ്ങനെ മനസ്സിലാക്കിയോ അതിനോട് സമിഅനാ വഅതഅനാ, അതാണ് ദീൻ എന്ന് പറഞ്ഞാൽ. അപ്പോ തടവേണ്ട രീതി അങ്ങനെയാണ്. ഇനി എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട നിബന്ധനകൾ? ഒന്നാമത്തെ നിബന്ധന, തടവുന്നതിന് മുമ്പ് അഥവാ ഈ സോക്സ് നമ്മൾ ധരിച്ചിട്ടുള്ളത് പൂർണ്ണമായ വുദൂഓടുകൂടിയായിരിക്കണം. വുദൂഓടുകൂടി ധരിച്ചിട്ടുള്ള സോക്സിന് മേലെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പിന്നീട് വുദു എടുക്കുന്ന സന്ദർഭത്തിൽ തടവാൻ പറ്റുള്ളൂ. വുദു ഇല്ലാതെ നമ്മൾ ആദ്യമായിട്ടാണ് വുദു എടുക്കുന്നതെങ്കിൽ ആ സോക്സിന് മേലെ തടവാൻ പറ്റില്ല. വുദുവോട് കൂടിയായിരിക്കണം അത് ധരിച്ചിട്ടുണ്ടായിരിക്കേണ്ടത്. കാരണം ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅഹുമാ ഫഇന്നി അദ്ഖൽതുഹുമാ ത്വാഹിറതൈൻ. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദു എടുക്കുന്ന സമയത്ത് ഒരു സഹാബി സോക്സ് ഊരി കൊടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, വേണ്ട, ചെയ്യണ്ട, കാരണം ഞാനത് വുദു എടുത്തിട്ടാണ് ധരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തടവുകയാണ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ നിബന്ധന ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് കാലത്ത് പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഞെരിയാണിക്ക് താഴെ വരുന്ന സോക്സുകൾ തടവാൻ പറ്റുമോ എന്നുള്ളത്. താഴെ വരുന്ന സോക്സുകൾ തടവാൻ പറ്റുമോ എന്നുള്ളത് ഏറ്റവും പ്രബലമായതും ശരിയായ അഭിപ്രായമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അത് പറ്റില്ല. കാരണം ഞെരിയാണിക്ക് മുകളിൽ വരുന്ന, കാരണം എത്രയാണോ കഴുകേണ്ട ഭാഗം ആ കഴുകേണ്ട ഭാഗം പൂർണ്ണമായി മറഞ്ഞിരിക്കണം. സോക്സ് ധരിക്കുമ്പോൾ ആ കഴുകേണ്ട ഭാഗം പൂർണ്ണമായി മറഞ്ഞിരിക്കണം, അഥവാ ഞെരിയാണി ഉൾപ്പെടെ മറഞ്ഞിരിക്കണം. ഇനി സോക്സ് കീറിയിട്ടുണ്ടെങ്കിലും ആ വെളിവാകുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല. പൂർണ്ണമായി മറഞ്ഞിട്ടുള്ള ആ സോക്സിൽ മാത്രമേ തടവാൻ പാടുകയുള്ളൂ. മൂന്നാമത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സമയമാണ്. നേരത്തെ പറഞ്ഞു, യാത്രക്കാരനല്ലാത്ത ഒരാൾക്ക് ഒരു രാവും പകലും തടവാം, യാത്രക്കാരായിട്ടുള്ള ഒരാൾക്ക് 3 പകലും അതിന്റെ 2 രാത്രിയും തടവാം. നാലാമത്തെ ഒരു നിബന്ധന, ഇത് ചെറിയ അശുദ്ധിക്ക് മാത്രമാണ് ബാധകം, വുദു എടുക്കാനേ പറ്റുള്ളൂ. ഒരാൾ വലിയ അശുദ്ധിക്കാരനായാൽ അവൻ കുളിക്കാൻ വേണ്ടി എന്ത് വേണം? അത് ഊരനെ വേണം, കഴുകനെ വേണം. അതിൽ എന്ത് ചെയ്യാൻ പാടില്ല? മസ്ഹ് ചെയ്യാൻ ശരിയാവില്ല. എന്നിട്ട് കിതാബിൽ പറയുന്നു, വകാന യംസഹു ളാഹിറൽ ഖുഫൈനി വമസ്ഹ അലൽ ജൗറബൈനി വമസ്ഹ അലൽ ഇമാമത്തി മുഖ്തസിറൻ അലൈഹി വമഅൻ നാസിയ. നേരത്തെ പറഞ്ഞ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സോക്സിന്റെ മേൽഭാഗത്തും അതുപോലെ അതല്ലാതെ കാലുമറയുന്നതിന്റെ മേൽഭാഗത്താണ് തടവാറുണ്ടായിരുന്നത്. അതുപോലെ തലയെക്കെട്ടിന്റെ മുകളിൽ തടവിയിട്ടുണ്ട്. അതിലേതെങ്കിലും ഭാഗം വെളിവായിട്ടുണ്ടെങ്കിൽ ആ വെളിവായ ഭാഗത്തും തടവാറുണ്ടായിരുന്നു. തലയെക്കെട്ട് കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, എളുപ്പത്തിൽ ഊരാൻ പറ്റുന്ന, എളുപ്പത്തിൽ ഇടാൻ പറ്റുന്ന തലയെക്കെട്ടല്ല ഉദ്ദേശിക്കുന്നത്. അഴിക്കുമ്പോൾ മശക്കത്ത് ഉണ്ടാകും എന്നതുകൊണ്ടാണ്, ബുദ്ധിമുട്ടുണ്ടാകും, വീണ്ടും കെട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന നിലക്ക് ഒരുപാട് കെട്ടുകൾ വരുന്ന തലയെക്കെട്ട്, അന്ന് അറബികൾ ധരിച്ചിരുന്ന രീതിയിലുള്ള തലയെക്കെട്ട്, ആ തലയെക്കെട്ടിന്റെ വിഷയത്തിലാണ് അതിന്റെ മേലെ തടവാറുണ്ടായിരുന്നത്. അല്ലാതെ തൊപ്പിയിട്ടിട്ട് ഒരാൾ തൊപ്പിയുടെ മേലെ തടവിയാലൊന്നും ശരിയാകില്ല, അതൂരി തല മുഴുവൻ തടവേണ്ടതുണ്ട്. ويحتمل أن يكون خاصا بوقت الحاجة ويحتمل العموم وهو أظهر.
ഇനി ഇവിടെ പറയുന്നത് ഈ തടവുന്നത്, തലയുടെ മേലെ തടവുന്നതെല്ലാം എന്തെങ്കിലും ആവശ്യത്തിന്റെ മാത്രമാണോ അതോ പൊതുവായി പറ്റുമോ എന്നുള്ളത്, ഈ തടവലൊക്കെ പൊതുവായിട്ട് തന്നെ പറ്റുന്ന വിഷയമാണ്. എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ എന്നൊന്നുമില്ല. ഇങ്ങനെ തലകെട്ടഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ഏത് സന്ദർഭത്തിലും ചെയ്യാവുന്നതാണ്. വലം യകുൻ യതകല്ലഫു ളിദ്ദ ഹാലിഹി അല്ലതി അലൈഹാ ഖദമാഹു ബൈൽ ഇൻ കാനതാ ഫിൽ ഖുഫൈനി മസ്ഹ വഇൻ കാനതാ മക്ശൂഫതൈൻ ഗസല. ഇനി കഴുകാൻ വേണ്ടി സോക്സ് ഊരുകയോ അല്ലെങ്കിൽ തടവാൻ വേണ്ടി മാത്രം സോക്സ് ധരിക്കുകയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നില്ല. അതായത് ഒരാള് സോക്സ് ധരിച്ചിട്ടില്ല, അപ്പൊ അയാൾ നേരത്തെ വുളു എടുത്തതാണ്, പിന്നെ ഒന്നുകൂടി വുളു എടുക്കുന്ന സമയത്ത് അയാൾക്ക് തോന്നുകയാണ് തടവാൻ വേണ്ടിയിട്ടൊന്ന് സോക്സ് ഇടാം, എന്നിട്ട് വുളു എടുക്കുന്നതിന് മുമ്പ് അതിനു വേണ്ടി ഒന്ന് സോക്സ് ഇട്ടിട്ട് ഒന്ന് തടവുക. അതല്ല എങ്കിൽ പിന്നെ കഴുകാൻ വേണ്ടി സോക്സ് ഇട്ട ഒരാള് അത് ഊരി കഴുകാൻ വേണ്ടി നിൽക്കുന്ന അവസ്ഥ, ഈ രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിട്ടില്ല. ഇടാത്ത അവസ്ഥയാണെങ്കിൽ നേരെ കഴുകുന്നതാണ്, അതല്ലെങ്കിൽ ഇട്ട അവസ്ഥയിലാണെങ്കിൽ തടവുന്നതാണ്. ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വകാന യതയമ്മമു ബിദർബത്തിൻ വാഹിദത്തിൻ ലിൽവജ്ഹി വൽകഫൈൻ. ഇനി പറയുന്നത് തയമ്മുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു, ഒന്നാമത്തേത് വുളൂഇന് വെള്ളം ആവശ്യമാണ്. എന്നാൽ വെള്ളം ഇല്ലാത്ത സന്ദർഭത്തിലോ അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള രോഗമോ മറ്റു കാര്യങ്ങളോ ഉള്ള സന്ദർഭത്തിലോ നമുക്ക് ഇസ്ലാമിൽ നൽകിയിട്ടുള്ള വലിയൊരു ഇളവാണ് എന്ത്? തയമ്മും ചെയ്യുക എന്നുള്ളത്. വെള്ളമില്ലാത്ത സന്ദർഭം അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള സന്ദർഭം തയമ്മും ചെയ്യുക എന്നുള്ളത്, അഥവാ തുറാബ്, മണ്ണിന്റെ അംശത്തെ തയമ്മുമിന് വേണ്ടി, ശുദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇവിടെ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയമ്മും ചെയ്യാറുണ്ടായിരുന്നു. ഒറ്റ അടി മണ്ണുള്ള പ്രദേശത്ത് ഒരടി അടിച്ചിട്ട് അതുകൊണ്ട് മുഖവും 2 കൈപ്പത്തികളും തടവിക്കൊണ്ട്. തയമ്മുമിന്റെ രൂപം ഒരടി അടിക്കുക. നബി ചെയ്തത് മണ്ണുള്ള ഭാഗത്ത് ഒരടി അടിച്ചിട്ട് അതിലൊന്ന് ഊതി, എന്നിട്ട് ആദ്യം കൈ തടവിയതിനും വലത്തെ കൈ കൊണ്ട് ഇടത്തെ കഫും ഇടത്തെ കൊണ്ട് വലതുകൊണ്ടും കഴുകിയിട്ട് പിന്നെ അതുകൊണ്ട് മുഖം തടവുന്ന അവസ്ഥ. അതിൽ മുഖം ഒന്ന് തടവിയിട്ട് രണ്ടാമത് കൈ തടവി. 2 രീതിയിലും വന്നിട്ടുണ്ട്. ആദ്യം കൈയും വന്നിട്ടുണ്ട്, ആദ്യം മുഖവും, 2 രീതിയിലും വന്നിട്ടുണ്ട്. എങ്ങനെയും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോ കൈപ്പത്തിക്ക് താഴെ മാത്രം തടവുകയും മുഖം തടവുകയും ചെയ്യുക. അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയമ്മും ചെയ്തിരുന്നത്. വതയമ്മമു ബിൽ അർദി അല്ലതി യുസല്ലി അലൈഹാ തുറാബൻ കാനത് ഔ സബ്ഖതൻ ഔ റംലൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂമിയിലെ മണ്ണിന്റെ ആ പ്രദേശത്ത് കൊണ്ട്, നിസ്കരിക്കുന്ന ആ സ്ഥലത്ത് കൊണ്ട് തന്നെ തയമ്മും ചെയ്യാറുണ്ടായിരുന്നു. അത് മണ്ണാണെങ്കിലും അതുപോലെ ചരൽക്കല്ലുകളാണെങ്കിലും മണലാണെങ്കിലും എല്ലാം, അതുകൊണ്ടെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാറുണ്ടായിരുന്നു. കാരണം ചില ആളുകൾക്ക് പിൽക്കാലത്ത് ഫിഖ്ഹിന്റെ ചർച്ചകളിൽ അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്, മണ്ണ് ഭൂമിയുടെ അടിയിൽ നിന്ന് കുഴിച്ചെടുത്ത ഒരു മണ്ണ് കൊണ്ട് മാത്രമേ തയമ്മും ചെയ്യാൻ പറ്റുള്ളൂ, മണലോ ചരൽക്കല്ലോ ഒന്നും തയമ്മും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ അതിനാണ് ഇത് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചരൽക്കല്ലിലും അതല്ലാതെ മണലിലുമെല്ലാം ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വസഹ അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം أنه قال فأينما أدركت رجلا من أمتي الصلاة فعنده مسجده وعنده طهوره. എവിടെയാണോ എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ ചെന്നെത്തുന്നത് അവിടെ അവന് നിസ്കരിക്കാവുന്ന സ്ഥലവുമാണ്, അതുപോലെ തന്നെ അവന് വുളു എടുക്കാവുന്നതുമാണ്. അവിടെ ഈ ഉമ്മത്തിന് പ്രത്യേകമായി നൽകിയ വലിയൊരു ഔദാര്യത്തിൽപ്പെട്ട കാര്യമാണ്. നമുക്കൊരു യാത്രയിലാണെങ്കിൽ മണ്ണുള്ള ഏതൊരു ഭൂമി മുഴുവൻ നമുക്ക് എന്താകാം, അത് മറ്റുള്ള തടസ്സങ്ങളില്ല എങ്കിൽ മക്ബറകളോ അല്ലെങ്കിൽ വിഗ്രഹങ്ങളോ രൂപങ്ങളോ ഉള്ള സ്ഥലമോ അല്ലാതെ, അതുപോലെ തന്നെ ടോയ്ലറ്റുകളോ അല്ലാത്ത സ്ഥലങ്ങളിൽ, നജസ് കലർന്നിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ നിസ്കരിക്കാവുന്നതാണ്. അവിടുന്ന് കൊണ്ട് തന്നെ, ആ മണ്ണ് കൊണ്ട് തന്നെ ശുദ്ധിയാക്കാവുന്നതുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ടുണ്ട്. അപ്പൊ ഏത് ഭൂമിയുടെ പ്രദേശത്തും നജസില്ല എങ്കിൽ അവിടെ നിന്ന് വുദു എടുക്കാവുന്നതാണ്, അത് അഫ്വാൻ തയമ്മും ചെയ്യാവുന്നതാണ്. എന്നിട്ട് അതിന് ചില തെളിവുകൾ പറയാണ്. വലമ്മാ സാഫറ ഹുവ വസ്ഹാബുഹു ഫി ഗസ്വതി തബൂക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും തബൂക്ക് യുദ്ധത്തിന് പോയ സന്ദർഭത്തിൽ ഖതഉ തിൽക റിമാല വമാഉഹും ഫി ഗായത്തിൽ ഖില്ല. അവരുടെ കയ്യിൽ വെള്ളം വളരെ തുച്ഛമേ ഉണ്ടായിരുന്നുള്ളൂ, അവർക്ക് വുദു എടുക്കാൻ മാത്രമുള്ള വെള്ളം ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ തബൂക്കിലേക്ക് പോകുന്ന പ്രദേശത്ത് ധാരാളം മണലും ചരൽക്കല്ലും പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ.
മറ്റേ ആളുകൾ പറയുന്ന മണ്ണ് ശരിക്കില്ല, ചരൽക്കല്ലുകൾ നിറഞ്ഞ വഴിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വലം യുർവ അൻഹു ഹമല മഅഹു തുറാബ്, ഒരു കാര്യവും ഉദ്ധരിച്ചിട്ടില്ല, ഒരു റിവായത്തും വന്നിട്ടില്ല അവർ അവരോടൊപ്പം മണ്ണെടുത്തിരുന്നു യാത്രയിൽ എന്നത്. അതായത് യാത്രയിൽ വെള്ളമില്ല, അപ്പൊ വുദു എടുക്കാൻ വേണ്ടി മണ്ണ് ആവശ്യമാണ് എന്ന നിലക്ക് മണ്ണ് കയ്യിൽ കരുതിക്കൊണ്ട് അവർ യാത്ര ചെയ്തിട്ടില്ല. ആ വഴിയിലുള്ള മണലിലും ചരൽക്കല്ലിലുമായിട്ടാണ് അവർ വുദു എടുത്തിട്ടുള്ളത്. വല അമറബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എടുക്കാൻ കൽപ്പിച്ചിട്ടുമില്ല. അതായത് ചില ആളുകൾ യാത്രയിലും മറ്റും ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം മണ്ണെടുത്ത് പോകുന്നത് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ആശുപത്രികളിൽ മണ്ണുമായിട്ട് പോകുന്ന അവസ്ഥ കാണാൻ സാധിക്കും. അപ്പോ ഇവിടെ പറയുന്ന വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബികളോ വെള്ളം കുറഞ്ഞിട്ട് മണ്ണില്ലാത്ത ഈ റമ്ലും മറ്റുള്ള ഒരു ചരൽക്കല്ലുകളും ഉള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴും തയമ്മും ചെയ്യണമെന്ന നിലക്ക് മണ്ണുമായിട്ട് പോയിട്ടില്ല. വലാ ഫഅലഹു അഹദും മിൻ അസ്ഹാബിഹി, ഒരു സ്വഹാബി പോലും എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ല. വമൻ തദബ്ബറ ഹാദാ ഖതഅ ബിഅന്നഹു കാന യതയമ്മമു ബിർറംൽ, അവർ ഈ റംൽ ചരൽക്കല്ലിലാണ് തയമ്മും ചെയ്യാറുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ പ്രത്യേകം എടുത്തു കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നത് സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് ഈ ഭാഗത്തിന്റെ തഅലീഖിൽ പറയുന്നുണ്ട്. അപ്പോ ആരെങ്കിലും ചോദിക്കുകയാണ്, അൽ മരീദു അല്ലദീ യഹ്താജു ഇല തയമ്മും, ഒരു രോഗി അവൻ ആശുപത്രിയിലാണ്, ഇദാ കാന ഫീ ഗുർഫത്തിൻ വലാ ഇൻദഹു തുറാബ് വലാ ഇൻദഹു റം മാ ഇൻദഹു ഇല്ലാ ഫർശുൻ ഫമാദാ യഅമൽ, അവൻ ആശുപത്രിയിലോ മറ്റാണ്, അവന്റെ മണ്ണില്ല, ചരൽക്കല്ലില്ല, ഒന്നും കിട്ടാനില്ല, അവന്റെ കട്ടിലിന്റെ മേലെ കിടക്കയിൽ കിടക്കുന്ന അവസ്ഥയാണ്. അപ്പൊ എന്താ ചെയ്യാ എന്ന് ചോദിച്ചാൽ സാലിഹ് ഫൗസാൻ ഹഫിളഹു പറയാണ്, യദ്രിബു അലാ ശൈഇൻ അലൈഹി തുറാബ്, അവൻ മണ്ണുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവൻ അടിക്കട്ടെ, മണ്ണിന്റെ പൊടിയുടെ ഏതെങ്കിലും അംശമുള്ളിടത്ത് അവൻ അടിക്കട്ടെ. യദ്രിബു അലൽ ജിദാരി അവിൽ അർദ്, ചുമരിലോ മണ്ണിന്റെ പൊടിയുടെ അംശമുള്ള ചുമരിലോ അല്ലെങ്കിൽ നിലത്തോ, ഷൈഉൻ അലൈഹി ഗുബാറുൻ തഹൂറുൻ യദ്രിബു അലൈഹി, അല്ലെങ്കിൽ എന്ത് സാധനമാണോ മണ്ണിന്റെ പൊടിയുടെ അംശമുള്ള എന്തൊരു സാധനമാണോ അതിലവൻ അടിക്കട്ടെ. വയക്ഫി അത്തയമ്മും, അത് തയമ്മുമിന് മതിയായതാണ്. യക്ഫീഹി തയമ്മും ബിൽ ഗുബാർ, മണ്ണിന്റെ പൊടി കൊണ്ടാണെങ്കിൽ പോലും തയമ്മും ചെയ്താൽ മതിയാകും, ചുമരിലോ മറ്റോ ഉള്ള സ്ഥലത്ത് ചെയ്താൽ മതിയാകും എന്ന് വന്നത് കാണാം. അപ്പൊ അങ്ങനെ ചെയ്താൽ മതി. പ്രത്യേകം മണ്ണുമായിട്ടെടുത്ത് പോയിരുന്ന രീതി സഹാബികളിൽ നിന്ന് ഒന്നും വന്നിട്ടില്ല, അവരാരും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പൊ ആശുപത്രിയിലോ മറ്റോ ആണെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്താൽ മതി എന്ന് സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് ഇതിന്റെ തഅലീഖിൽ പറയുന്നുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, വലം യസിഹ അൻഹു അത്തയമ്മും ലികുല്ലി സ്വലാത്തിൻ വലാ അമറ ബിഹി ബൽ അത്ലഖ അത്തയമ്മും വജഅലഹു ഖായിമൻ മഖാമൽ വുദൂ, ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ നിസ്കാരത്തിനും പ്രത്യേകം തയമ്മും ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ കൽപ്പിച്ചിട്ടുമില്ല. നിരുപാധികം തയമ്മും ചെയ്താൽ മതി. വുദൂഇന്റെ സ്ഥാനത്താണ് തയമ്മും ഉള്ളത്. ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, വുദൂ എടുക്കുമ്പോൾ നമുക്കൊരു വുദൂഇന്റെ എന്തറിയാം, 2-3 നിസ്കാരങ്ങൾ നിസ്കരിക്കാമെന്നറിയാം. എന്നാൽ തയമ്മും ചെയ്യുന്ന സന്ദർഭത്തിൽ ഓരോ നിസ്കാരത്തിനും തയമ്മും ചെയ്യേണ്ടേ എന്നൊരു സംശയം പൊതുവെ ഉണ്ടാവാറുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല, ഓരോ നിസ്കാരത്തിനും പ്രത്യേകം തയമ്മും ചെയ്തിട്ടില്ല, അതിന് കൽപ്പിച്ചിട്ടുമില്ല. വുദൂ കൊണ്ട് എങ്ങനെയാണ്, വുദൂ മുറിയുന്ന കാര്യം കൊണ്ട് എന്തും മുറിയും, തയമ്മും മുറിഞ്ഞു പോകും. ഒരു തയമ്മും കൊണ്ട് ഒന്നിൽ കൂടുതൽ നിസ്കാരങ്ങൾ നിസ്കരിക്കാവുന്നതാണ്. ഇതാണ് വുദൂവുമായി ബന്ധപ്പെട്ട് തയമ്മും അതുപോലെ മസ്ഹുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. അടുത്ത ഫസ്ലുൻ ഫീ ഹദീഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിസ്സലാ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടത്. ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ആദ്യമായി പുതുതായി കേൾക്കുന്ന ആളുകൾ ഉണ്ടാവും, നേരിട്ടോ അല്ലെങ്കിൽ ഈ ഓഡിയോ കേൾക്കുമ്പോൾ. അപ്പോ വുദൂവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല, പഠിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ഉസ്താദുമാർ തന്നെ എടുത്ത ഫിഖഹിന്റെ ദർസുകളുണ്ട്, കിതാബുകളുണ്ട്, ഉംദത്തുൽ അഹ്കാമും അതുപോലെ തന്നെ ബാക്കിയുള്ള ഫിഖഹിന്റെ മറ്റു പല ദർസുകളും എടുത്ത ഓഡിയോകൾ നമുക്ക് ലഭിക്കുന്നതാണ്. അത് കേട്ട് വുദൂഇന്റെ കൂടുതൽ വിശദമായ രീതിയിൽ രൂപങ്ങളും അതിന്റെ തെളിവുകളും അതിന്റെ കാര്യങ്ങളുമെല്ലാം പഠിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പറഞ്ഞു, ഈ കിതാബിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ദർസ് മുന്നോട്ട് പോകുന്നത്. നിസ്കാരവുമായി ബന്ധപ്പെട്ട്, നിസ്കാരം നമുക്കറിയാം, വുദൂഇന്റെ കാര്യം പറയുന്നത് തന്നെ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. ആ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായി നിസ്കാരത്തിന്റെ ഷർത്താണ് വുദൂ എന്നുള്ളത്. നിസ്കാരം വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഒരു വീഴ്ചയും വരുത്താതെ ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാ,
നമ്മുടെയും കുഫാറുകളെയും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ തന്നെ നിസ്കാരമാണ്. ഫമൻ തറകഹാ ഫഖദ് കഫറ, ആരെങ്കിലും നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ അവൻ കാഫിറായി എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നിസ്കാരം നാം ഗൗരവത്തിൽ പാലിക്കണം. അതിനേക്കാൾ ഗൗരവമാണ് നിസ്കാരത്തിന്റെ സുന്നത്തായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിരുന്ന രൂപം പഠിക്കുക എന്നുള്ളത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ ഇല സ്വലാത്തി ഖാല അല്ലാഹു അക്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് വേണ്ടി നിന്നാൽ പറയാറുണ്ട് അല്ലാഹു അക്ബർ. അതാണ് നിസ്കാരത്തിന്റെ ആരംഭം. നിസ്കാരത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറയലാണ്. അല്ലാഹു അക്ബർ എന്നതിന് പകരമായിട്ട് അല്ലാഹു അൽ അദീം എന്നോ അല്ലാഹു അൽ അലീം എന്നോ അല്ലാഹു അർ റഹ്മാൻ എന്നോ അല്ലാഹു അൽ കബീർ എന്നോ ഒന്നും പറഞ്ഞാലും നിസ്കാരം ശരിയാവില്ല, നിസ്കാരം ബാത്തിലാകും. അല്ലാഹു അക്ബർ എന്ന് പറയുക തന്നെ വേണം. നിസ്കാരത്തിന്റെ റുക്നിൽപ്പെട്ട കാര്യമാണ് അല്ലാഹു അക്ബർ എന്ന് പറയൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിസ്കാരം ആരംഭിച്ചിട്ടുള്ളത്. അതിനാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത്. അഥവാ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരത്തിന്റെ കർമ്മങ്ങളും നിസ്കാരത്തിൽ പറയേണ്ട കാര്യങ്ങളും മാത്രമാണ് പിന്നീട്. ബാക്കിയൊക്കെ അവന്റെ മേലെ ഹറാമാണ്. ബാക്കിയുള്ള സംസാരങ്ങൾ അവന് പാടില്ല, ബാക്കിയുള്ള പ്രവർത്തനങ്ങളും പാടില്ല, നിസ്കാരവുമായി ബന്ധപ്പെട്ടത്. അതുകൊണ്ടാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത്. ഇപ്പൊ ഹജ്ജിനും ഉംറയ്ക്കെല്ലാം പ്രവേശിക്കും, ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇഹ്റാമിലായി കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ അവന് നിഷിദ്ധമുണ്ട്. അവന് നഖം വെട്ടാൻ പാടില്ല, മുടി മുറിക്കാൻ പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിഷിദ്ധമായിട്ടുണ്ട്. അതുപോലെ നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മേലെ ബാക്കിയുള്ള പുറത്തുള്ള കാര്യങ്ങൾ ഹറാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിസ്കാരം ആരംഭിച്ചിരുന്നത്. വലം യഖുൽ ഷൈഅൻ ഖബ്ലഹാ, ആ അല്ലാഹു അക്ബറിന് മുമ്പ് ഒന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നില്ല. വലാ തലഫള ബിന്നിയ്യ, നിയ്യത്ത് വാചകമായിട്ട് പറയുന്ന രീതി ഉണ്ടായിരുന്നില്ല. അല്ലാഹു അക്ബറിന് മുമ്പ് ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് കാലത്ത് ധാരാളം ആളുകൾ അറിവില്ലാതെ ചെയ്യുന്ന നിയ്യത്ത് നവൈതു അനുസല്ലി, ഇന്ന നിസ്കാരം ഇന്ന ആളുടെ പിന്നിൽ മഅ്മൂമായിട്ട് ഞാൻ അങ്ങനെ നിസ്കരിക്കുന്നു എന്ന് നാവ് കൊണ്ട് ചൊല്ലി പറയുന്ന രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. വലസ്തഹബ്ബഹു അഹദും മിനത് താബിഈന വലൽ അഇമ്മത്തിൽ അർബഅ, താബിഈങ്ങളിൽ അല്ലെങ്കിൽ സ്വഹാബികളിൽ നിന്നോ താബിഈകളിൽ നിന്നോ ഒരാളും പോലും അത് ചെയ്തിട്ടില്ല. പോട്ടെ, മദ്ഹബിന്റെ ഇമാമികളായിട്ടുള്ള 4 ഇമാമിയങ്ങൾ, അവരിൽ നിന്നും എന്തു വന്നിട്ടില്ല? നിയ്യത്ത് ചൊല്ലി പറയണം എന്ന് വന്നിട്ടില്ല. ചില ആളുകൾ ഷാഫിഈ മദ്ഹബിന്റെ ആളുകളാണെന്ന വാദത്തിൽ, ഇമാം ഷാഫിഈന്റെ മദ്ഹബ് പിൻപറ്റുന്നവരാണെന്നതിൽ അവർ അത് ചൊല്ലി പറയാറുണ്ട്. അതിന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് എന്ന ആ വിഷയത്തിൽ പറഞ്ഞ മറുപടി കാണാം. അസ്സലാത്തു ലൈസ ഗൈറുഹാ ليست غيرها الصلاة لا يدخل فيها إلا بذكر والمراد بالذكر التكبير الذي ورد عن النبي صلى الله عليه وسلم. നിസ്കാരം തക്ബീർ കൊണ്ടല്ലാതെ ആരംഭിക്കുന്നില്ല, വേറെ ഒന്നുമില്ല എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നവൈതു എന്ന നിയ്യത്ത് ചൊല്ലി പറഞ്ഞിട്ടില്ല, സ്വഹാബകളിൽ നിന്ന് വന്നിട്ടില്ല, അയിമ്മത്തുൽ അർബഅ 4 ഇമാമിങ്ങളിൽ നിന്നും വന്നിട്ടില്ല. വകാന ദഅബുഹു ഫീ ഇഹ്റാമിഹി ലഫ്ളത അല്ലാഹു അക്ബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശീലമാണ്, സ്ഥിരമായി ചെയ്തിരുന്നത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിസ്കാരം ആരംഭിച്ചത്. ലാ ഗൈറഹ, വേറൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. വകാന യർഫഉ യദൈഹി മഅഹാ മംദൂദതൈ അൽ അസാബിഹ്, ആ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരലുകൾ നിവർത്തിക്കൊണ്ട് കൈകൾ ഉയർത്താറുണ്ടായിരുന്നു. മുസ്തഖ്ബിലൻ ബിഹിമാ അൽ ഖിബ്ലത ഇലാ ഫുറൂഇ ഉദ്നൈഹി, ഈ കൈപ്പത്തികൾ ഖിബ്ലയിലേക്ക് തിരിച്ചുകൊണ്ട് ചെവിയുടെ അത്ര എത്തുന്ന രീതിയിലും, വറുവിയ ഇലാ മൻകിബൈഹി, അല്ലെങ്കിൽ തോളിന്റെ അത്ര എത്തുന്ന രീതിയിലും കൈ ഉയർത്തിയിരുന്നു. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാത്ത ഒരു വിഷയം, നെഞ്ചിന്റെ അത്ര ഉയർത്തിയതായിട്ടും ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കൈകൾ ഉയർത്തുക എന്നുള്ളത് നിസ്കാരത്തിന്റെ റുക്നല്ല.
സുന്നത്തുൻ മുസ്തഹബ്ബത്തുൻ, മുസ്തഹബായിട്ടുള്ള സുന്നത്താണ്. ഇത് പറയാനുള്ള കാരണം ചില ആളുകളെ കണ്ടിട്ടുണ്ട്, അവർ ഇമാമിനോടൊപ്പം അവർ മസ്ബൂക്കായിട്ട് വന്നതാണെങ്കിൽ അഥവാ ജമാഅത്ത് തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞ് വന്നവരാണെങ്കിൽ അവർ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാം പറയാൻ എന്താവും, മറന്നുപോകും. പക്ഷെ അവർ കൈ കെട്ടുന്നതിൽ വളരെ ശ്രദ്ധിക്കും. കൈ കെട്ടുന്നുണ്ട് എന്നുള്ളത് അതിൽ ശ്രദ്ധിക്കും. നിസ്കാരത്തിൽ ചെന്നിട്ട് അവർ കൈ കെട്ടിയിട്ട് നിസ്കാരം തുടങ്ങും. പക്ഷെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. നിസ്കാരം ബാത്തിലാണ്. കാരണം തക്ബീറത്തുൽ ഇഹ്റാം ഇല്ലാതെ നിസ്കാരം ശരിയാവില്ല. കൈ കെട്ടിയില്ലെങ്കിലും നിസ്കാരം ശരിയാവും. കൈ ഒരാൾ താഴ്ത്തിയിട്ടാലും നിസ്കാരത്തിന് ബാത്തിലാവില്ല, നിസ്കാരം സഹിയായിരിക്കും. പക്ഷേ കൈ തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞിട്ടില്ല എങ്കിൽ നിസ്കാരം ശരിയാകില്ല. അതുപോലെ ഇതോടൊപ്പം ഒരു കാര്യം പറയുകയാണ്, മഅ്മൂമികളായി നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ അധികം ആൾക്കും വരുന്ന ഒരു അബദ്ധമാണ്, ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഒപ്പം തന്നെ മഅ്മൂമികൾ അല്ലാഹു അക്ബർ പറയും. ഇമാം അല്ലാഹു അക്ബർ പറയുന്ന അതേ സമയം ഇമാം അല്ലാഹു അക്ബർ പറയുന്നതിന് മുമ്പ് അല്ലാഹു അക്ബർ പറഞ്ഞ് നിസ്കരിച്ചാൽ എന്തായാലും നിസ്കാരം ശരിയാവില്ല. അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിനോട് ഒപ്പം പറഞ്ഞാലും ശരിയാവില്ല. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് ഏതെങ്കിലും സമയത്ത് പറഞ്ഞാലും നിസ്കാരം ശരിയാവില്ല. അല്ലാഹു അക്ബർ എന്ന് ഇമാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമേ മഅ്മൂം അല്ലാഹു അക്ബർ എന്ന് പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ വിഷയത്തിൽ. ബാക്കിയുള്ള തക്ബീറുകളുടെ വിഷയത്തിൽ ഇമാമിനോടൊപ്പം മുൻകടക്കാൻ പാടില്ല. ഒപ്പം വന്നാലും അല്ലെങ്കിൽ ലഫ്ലിയായ കാര്യങ്ങൾ മുൻകടന്നാലും പ്രശ്നമില്ല എന്നുണ്ട്, പോട്ടെ. മുൻകഴിഞ്ഞ് ഒപ്പം വന്നാലും എന്തില്ല, നിസ്കാരത്തിന് കുഴപ്പമുണ്ടാവില്ല. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ വിഷയത്തിൽ ഇമാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമേ മുഅ്മിനീങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവും. അറിവില്ലാതെ നമ്മൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ഞാൻ ഇതിലില്ലാത്തതാണ്, ഞാൻ സാന്ദർഭികമായി പറഞ്ഞത് മാത്രം. അപ്പോൾ ഇവിടെ പറഞ്ഞത് കൈകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്താറുണ്ട്, ഒന്നെങ്കിൽ ചെവിയുടെ അത്ര, അല്ലെങ്കിൽ തോളിന്റെ അത്ര, അല്ലെങ്കിൽ നെഞ്ചിന്റെ അത്ര. ثم يضع اليمنى على ظهر اليسرى. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലത്തെ കൈ ഇടത്തെ കൈയിന് മേലെ വെക്കാറുണ്ടായിരുന്നു. നിസ്കാരത്തിൽ കൈ വെക്കുന്ന രൂപത്തിൽ ഇടത്തെ കൈയിന്റെ മുകളിലായിക്കൊണ്ട് വലത്തെ കൈ വെക്കാറുണ്ട്. എവിടെയാണ്? ثم يضع اليمنى على اليسرى فوق الرسغ والساعد. ഒന്നെങ്കിൽ ഈ കൈയിന്റെ ഈ ജോയിന്റ് അതിന് മുകളിലായിട്ട് വെക്കാറുണ്ട്, അതല്ല എങ്കിൽ ഈ കൈത്തണ്ട അതിന്റെ മുകളിലായിട്ടും വെക്കാറുണ്ട്. 3 രീതിയിൽ കൈവെക്കാം. കൈ എവിടെയാണ് വെക്കേണ്ടത് എന്നുള്ളത്, ഇടത്തെ കൈയിന്റെ എവിടെയാണ് വെക്കേണ്ടത്, ഒന്നെങ്കിൽ ഈ പത്തിയുടെ മേലെയായിട്ട് വെക്കാം, അല്ലെങ്കിൽ ഈ ജോയിന്റിന്റെ മുകളിലായിട്ട്, അല്ലെങ്കിൽ ഈ കൈപ്പത്തിയുടെ ഈ രീതിയിലായിട്ട് വെക്കാം. അങ്ങനെ 3 രീതിയിൽ വെക്കാം. വലം യസിഹ അൻഹു മൗദിഉ വദ്ഇഹിമാ. എവിടെയാണ് ഇത് രണ്ടും കൂടി വെക്കേണ്ടത്? വലത്തെ കൈ ഇടത്തെ കൈയിന്റെ മേലെ വെക്കേണ്ട രൂപമാണ് പറഞ്ഞത്. ഇനി ഇത് രണ്ടും കൂടി ശരീരത്തിൽ എവിടെ വെക്കണം? അതിൽ സഹീഹായിക്കൊണ്ട് കൃത്യമായിക്കൊണ്ട് ഒരു റിവായത്തും വന്നിട്ടില്ല. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ലാക്കിൻ ഇത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വാക്കല്ല, ഇഖ്തിസാർ ചെയ്തപ്പോൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറയാണ്, ലാക്കിൻ ദക്കറ അബൂ ദാവൂദ് അൻ അലിയിൻ. അബൂ ദാവൂദ് അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന റിവായത്തിൽ പറയുന്നുണ്ട്, ഖൗലുഹു മിനസ് സുന്ന, സുന്നത്തിൽപ്പെട്ടതാണ്, വദ്ഉൽ കഫി അലൽ കഫി ഫി സ്വലാത്തി തഹ്ത സുറ. കൈ ഇടത് കൈയിന്റെ മേലെ വലത്തെ കൈ പുക്കളിന് താഴെ കെട്ടുക എന്നതാണ് രീതി എന്ന് അലി റളിയല്ലാഹു അൻഹു വന്നതായിട്ട് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായം എങ്ങനെയായിരുന്നു? വിശാലമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്, പുക്കളിന് താഴെയാണ് കെട്ടിയിരുന്നത് എന്നുള്ളത്. എന്നാൽ ധാരാളം സഹാബികളിൽ നിന്നും കൂടുതൽ അഫ്ളലായിട്ടും ഉലമാക്കൾ പറയാറുള്ളത് ഫൗഖ സദ്ർ, നെഞ്ചിന് മുകളിൽ എന്നാണ്. നെഞ്ചിന് മുകളിൽ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ കെട്ടുന്നത് പോലെ ഇവിടെയല്ല, ഇത് നെഹ്ർ എന്നാണ് പറയാം. നെഞ്ചി എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തായിക്കൊണ്ട് കൈവെക്കലാണ് കൂടുതൽ അഫ്ളലായിട്ടുള്ളത് എന്ന് വന്നത് കാണാം. പുക്കളിന് താഴെയും വന്നിട്ടുണ്ട്, അത് തെറ്റല്ല. അതിന്റെ പേരിൽ ഒരു അഭിപ്രായ വ്യത്യാസമോ അതിന്റെ പേരിൽ എന്തെങ്കിലും, ഇനിയിപ്പോ കൈ ഒരാൾ താഴ്ത്തിയിട്ടു എന്നാലും അങ്ങനെയും ചില അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ എന്തല്ല, ഇത് വിശാലതയുള്ള ഒരു കാര്യമാണ്, അതിന്റെ പേരിൽ തർക്കിക്കേണ്ടതോ മറ്റുള്ള വിഷയമല്ല. പക്ഷേ ഏറ്റവും അഫ്ളലായ രൂപമായിട്ട് ഉലമാക്കൾ പറയുന്ന രീതി നെഞ്ചിന് മേലെ വെക്കുക, അല്ലെങ്കിൽ നെഞ്ചെന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് വെക്കുക എന്ന് വന്നിട്ടുണ്ട്. ഇനി പുക്കളിന് താഴെ വെക്കലും ധാരാളം ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു അഭിപ്രായം തന്നെയാണ്. എന്നിട്ട് പറയുന്നു ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, വകാന യസ്തഫ്തിഹു താറതൻ ബിഖൗലിഹി. അവിടുന്ന് നിസ്കാരപ്പം എന്തായി? തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞു, കൈകെട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരംഭിച്ചു. എന്നിട്ട് നിസ്കാരത്തിൽ ആരംഭിക്കാറുള്ളത് ആദ്യം ചില ഇസ്തിഫ്താഹിന്റെ ദുആകൾ കൊണ്ടാണ്.
അഥവാ നിസ്കാരത്തിലേക്ക് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നതിന് മുമ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഫ്താഹിന്റെ പ്രാരംഭ പ്രാർത്ഥന എന്ന നിലക്ക് ചില ദുആകൾ ചെയ്യാറുണ്ടായിരുന്നു. ധാരാളം, അവ ഏകദേശം 12-20 ഇടയിലുള്ള അത്ര ദുആകൾ ഇസ്തിഫ്താഹിന്റെ ദുആകളായിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ 1 കൂടുതലായി 2 മാത്രമേ പഠിച്ചിട്ടുണ്ടാവുകയുള്ളൂ. നമ്മളത് കൂടുതൽ പഠിക്കുകയും നിസ്കാരങ്ങളിൽ മാറ്റി മാറ്റി ചൊല്ലി അതിന്റെ ആശയം മനസ്സിലാക്കി അത് ചിന്തിക്കാൻ ഒരു പ്രേരണയേകുന്ന രീതിയിൽ അർത്ഥം മനസ്സിലാക്കുകയും വേണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് 3-4 ദുആകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിക്കാം. വകാന യസ്തഫ്തിഹു താറതൻ ബിഖൗലിഹി, ഇടയ്ക്കെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ആരംഭിക്കാറുള്ള ഇസ്തിഫ്താഹിന്റെ ദുആ അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായാ, അല്ലാഹുവേ എന്നെയും എന്റെ പാപങ്ങളെയും നീ ഒരു അകൽച്ചയുണ്ടാക്കണമേ. കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും നീ അകറ്റിയ പോലെ. കിഴക്കും പടിഞ്ഞാറും എത്രത്തോളം അകൽച്ചയിലാണോ അതുപോലെ എന്നെയും എന്റെ പാപങ്ങളെയും തൊട്ട് നീ അകൽച്ചയുണ്ടാക്കണമേ. അല്ലാഹുമ്മ നഖ്നി മിൻ ഖതായായ കമാ യുനഖ്ഖ അസ്സൗബുൽ അബ്യദ് മിൻ അദ്ദനസ്, ഒരു വെള്ള വസ്ത്രത്തെ അഴുക്കിൽ നിന്ന് വൃത്തിയാക്കുന്നത് പോലെ എന്റെ പാപങ്ങളെ തൊട്ട് എന്നെ നീ ശുദ്ധിയാക്കണമേ എന്ന ഈ ദുആ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരംഭിക്കാറുണ്ട്. വതാറത്തൻ യഖൂൽ, ചില സമയത്ത് ചൊല്ലാറുള്ള മറ്റൊരു ദുആ, അതാവും നമ്മൾ കൂടുതൽ പേർക്കും അറിയുന്ന കേട്ടിട്ടുള്ള ഒരു ദുആ. പക്ഷെ ഈ ദുആ പലപ്പോഴും പലരും അധികം ആളുകളും പകുതി മാത്രമേ പഠിച്ചിട്ടുണ്ടാവുകയുള്ളൂ. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫൻ, വജ്ജഹ്തു വജ്ഹിയ, എന്റെ മുഖത്തെ ഞാനിതാ തിരിക്കുന്നു, ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫ, ആരിലേക്ക്? ആകാശഭൂമികളെ സൃഷ്ടിച്ചവനിലേക്ക്, ഹനീഫായിക്കൊണ്ട്, ഷിർക്കിന്റെ ഒരു അംശമില്ലാതെ ഇഖ്ലാസോട് കൂടി. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കീങ്ങളിൽ പെട്ടവനല്ല. ഇന്ന സ്വലാത്തി, എന്റെ നിസ്കാരം, വനുസുക്കി, എന്റെ അറവും ബലികർവും മറ്റുള്ള കർമ്മങ്ങളും, വമഹ്യായ, എന്റെ ജീവിതം, വമമാതി, എന്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിനാണ്. وأنا أول المسلمين, ഞാൻ മുസ്ലിമീങ്ങളിൽ ഒന്നാമനാണ്. اللهم أنت الملك لا إله إلا أنت അൻത റബ്ബി, അല്ലാഹുവേ നീയാണ് രാജാവ്, നീ അല്ലാതെ ഒരു ഇലാഹില്ല, നീ എന്റെ റബ്ബാണ്. വഅന അബ്ദുക്, ഞാൻ നിന്റെ അടിമയാണ്. വലംതു നഫ്സി, ഞാൻ സ്വന്തത്തിനോട് ഒരുപാട് അക്രമം പ്രവർത്തിച്ചിട്ടുണ്ട്. വഅതറഫ്തു ബിദംബി, എന്റെ പാപങ്ങൾ ഞാൻ ഇത് അംഗീകരിക്കുന്നു. ഫഗ്ഫിർ ലി ദുനൂബി ജമീഅ, എന്റെ എല്ലാ പാപങ്ങളും നീ പുറത്തു നൽകണമേ. ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, തീർച്ചയായിട്ടും നീയല്ലാതെ പാപം പൊറുക്കാൻ വേറെ ആരുമില്ല. വഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖ്, ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് നീ എന്നെ വഴി കാണിക്കണമേ. ലാ യഹ്ദീ ലി അഹ്സനിഹാ ഇല്ലാ അൻത, നീയല്ലാതെ ഒരാളും അതിലേക്ക് വഴി കാണിക്കാനില്ല. വസ്രിഫ് അന്നി സയ്യിഅഹാ, ഏറ്റവും മോശപ്പെട്ട സ്വഭാവത്തെ തൊട്ട് എന്നെ തെറ്റിക്കണമേ. ലാ യസ്രിഫ് അന്നി സയ്യിഅഹാ ഇല്ലാ അൻത, നീയല്ലാതെ മോശപ്പെട്ട സ്വഭാവത്തിൽ തെറ്റിക്കാൻ വേറെ ആരുമില്ല. ലബ്ബൈക വസഅദൈക, നിന്റെ വിളിക്കതാ ഞാൻ ഉത്തരം ചെയ്യുന്നു. വൽ ഖൈറു കുല്ലുഹു ഫീ യദൈക, എല്ലാ ഖൈറും നിന്റെ കൈകളിലാണ്. വശർറു ലൈസ ഇലൈക, ഷർറ് നിന്നിലേക്ക് ചേർത്തി പറയില്ല. അന ബിക ഇലൈക, ഞാൻ നിന്നിൽ നിന്നാണ്, നിന്നിലേക്കുള്ളതാണ്. തബാറക്ത വതആലൈത, നീ അനുഗ്രഹപൂർണനും ഉന്നതനുമാണ്. അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക, ഞാൻ നിന്നോട് ഇസ്തിഗ്ഫാർ തേടുന്നു, എന്റെ പാപങ്ങൾ പുറത്തു തരാൻ പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്നു എന്ന ഇസ്തിഫ്താഹിന്റെ ദുആ. എത്ര അർത്ഥവത്തായിട്ടുള്ളതാണ് ഇത്! പൂർണ്ണമായ രൂപം പോലും അധികം ആളുകൾക്കും പരിചയം ഉണ്ടാവില്ല, പഠിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ അള്ളാഹുവിനോടുള്ള മുനാജാത്താണ് നിസ്കാരം. അള്ളാഹുവിനോട് നമുക്ക് സംസാരിക്കാൻ കിട്ടുന്ന അവസരമാണ് നിസ്കാരം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറ്റവും മനോഹരമായ അർത്ഥവത്തായ ആശയസമ്പൂർണമായിട്ടുള്ള ഇതുപോലെയുള്ള ദുആകൾ കൊണ്ട് അള്ളാഹുവിന് മുമ്പിൽ പ്രാർത്ഥിക്കാൻ സാധിക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിന് വലിയ ആശ്വാസം നൽകും, നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും. ഇതിൽ ചോദിക്കുന്ന എന്താണ്? ഏറ്റവും നല്ല സ്വഭാവം ചോദിക്കുന്നുണ്ട്, പാപമോചനം ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന് തഅ്ളീം ചെയ്യുന്നുണ്ട്, തൗഹീദ് പറയുന്നുണ്ട്, ശിർക്കിന് ഒഴിവായി പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ അനന്തരഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ ഈ ദുആകളെല്ലാം പഠിക്കാൻ ശ്രമിക്കുക, നിസ്കാരങ്ങളിൽ ചൊല്ലാനും ശ്രമിക്കുക. എന്നിട്ട് പറയാൻ വലാകിന്നൽ മഹ്ഫൂള അന്നഹു ഫീ ഖിയാമിൽ ലൈൽ, ഈ വജ്ജഹതു വജ്ഹിയല്ലദി എന്ന് തുടങ്ങുന്നത് അധികവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി വന്നിട്ടുള്ളത് രാത്രി നിസ്കാരത്തിലാണ്. രാത്രി നിസ്കാരത്തിലാണ് ഈ ദുആ പറയാറുള്ളത്. വതാറത്തൻ യഖൂൽ, മറ്റു ഒരു സന്ദർഭങ്ങളിൽ ഒരു ദുആ വന്നതായി കാണാം.
അല്ലാഹുമ്മ റബ്ബ ജബ്രായീല വമീകായീല വഇസ്രാഫീൽ എന്ന് തുടങ്ങുന്ന ഒരു ദുആ ഈ വിഷയത്തിൽ വന്നതായി കാണാം. രാത്രി നിസ്കാരത്തിലാണ് ആ ദുആ വന്നിട്ടുള്ളത്. അല്ലാഹുമ്മ റബ്ബ ജബ്രായീല വമീകായീല വഇസ്രാഫീൽ, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെയും മീകായിൽ അലൈഹിസ്സലാമിന്റെയും ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെയും റബ്ബായ അല്ലാഹുവേ, ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടാവാണ് നീ, ആലിമൽ ഗൈബി വശഹാദ, രഹസ്യവും പരസ്യവും അദൃശ്യവും ദൃശ്യവും അറിയുന്നവനാണ് നീ, അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ, നിന്റെ അടിമകൾ അഭിപ്രായ ഭിന്നതയിലായിട്ടുള്ള കാര്യങ്ങളിൽ വിധി കൽപ്പിക്കുന്നത് നീയാണ്. ഇഹ്ദിനി ലിമഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക്, നിന്റെ അനുമതി പ്രകാരം ഏറ്റവും ഹഖായതിലേക്ക് നീ എനിക്ക് വഴി കാണിക്കണമേ. ഇന്നക തഹ്ദി മൻ തശാ ഇലാ സിറാത്തിൻ മുസ്തഖീം, നീ ഉദ്ദേശിക്കുന്നവരെ സിറാത്തുൽ മുസ്തഖീമിലേക്ക്, നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നവനാണല്ലോ നീ എന്ന് ദുആ വന്നിട്ടുണ്ട്. ഇലാ ആഖിരി വഖദ് തഖദ്ദം ആ ദുആ. വതാറത്തൻ യഖൂൽ, മറ്റു ചില സന്ദർഭങ്ങളിൽ വന്നിട്ടുള്ള ദുആ ആണ് അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത നൂറുസ് സമാവാതി വൽ അർദ് വമൻ ഫീഹിൻ എന്ന് തുടങ്ങുന്ന കുറച്ച് വലിയൊരു ദുആ ആണ്. വായിക്കാം. അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്കാണ് എല്ലാ സ്തുതിയും, അൻത നൂറുസ് സമാവാതി വൽ അർദ്, നീ ആകാശഭൂമികളുടെ പ്രകാശമാണ്, വലക്കൽ ഹംദ്, നിനക്കാണ് എല്ലാ സ്തുതിയും, അൻത ഖയ്യൂമുസ് സമാവാതി വൽ അർദ്, നീ ആകാശഭൂമികളുടെ നിയന്താവാണ്, വലക്കൽ ഹംദ്, നിനക്കാണ് സർവസ്തുതിയും, അൻത റബ്ബുസ് സമാവാതി വൽ അർദ്, നീയാണ് ആകാശഭൂമികളുടെ റബ്ബ്, വമൻ ഫീഹിൻ, അതിലുള്ളതിനെയും, അൻതൽ ഹഖ്, നീ ഹഖാണ്, ഏറ്റവും സത്യമായിട്ടുള്ളവനാണ്, വവഅദുകൽ ഹഖ്, നിന്റെ വാഗ്ദാനം ഹഖാണ്, വഖൗലുകൽ ഹഖ്, നിന്റെ വാക്ക് ഹഖാണ്, വലിഖാഉകൽ ഹഖ്, വലിഖാഉക ഹഖുൻ, നിന്നെ കണ്ടുമുട്ടുമെന്നുള്ളത് ഹഖാണ്, വൽ ജന്നത്തു ഹഖുൻ, സ്വർഗ്ഗം ഹഖാണ്, വന്നാറു ഹഖുൻ, നരകം ഹഖാണ്, വസ്സാഅത്തു ഹഖുൻ, അന്ത്യനാൾ ഹഖാണ്. അല്ലാഹുമ്മ ലക അസ്ലംതു, അല്ലാഹുവേ ഞാൻ നിനക്ക് കീഴൊതുങ്ങിയിരിക്കുന്നു, വബിക ആമൻതു, ഞാൻ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു, വഅലൈക തവക്കൽതു, നിന്നിൽ ബലമേൽപ്പിക്കുന്നു, വഇലൈക അനബ്തു, നിന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നു, വബിക ഖാസംതു, നിന്നെ കൊണ്ടാണ് നിന്റെ വിഷയത്തിലാണ് ഞാൻ തർക്കിക്കുന്നത് ദീനിയായിട്ടുള്ള, വഇലൈക ഹാക്കംതു, നിന്നിലേക്കാണ് ഞാൻ വിധി തേടുന്നത്, ഫഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു, എന്റെ മുൻകഴിഞ്ഞതും അതുപോലെ തന്നെ ആദ്യമുള്ളതും അവസാനത്തുള്ള പാപങ്ങളെല്ലാം നീ പുറത്തു തരണമേ, വഅസ്റർതു വഅലൻതു, രഹസ്യമായതും പരസ്യമായതും, അൻത ഇലാഹി ലാ ഇലാഹ ഇല്ലാ അൻത്, നീ എന്റെ ഇലാഹാണ്, നീ അല്ലാതെ ഒരു ഇലാഹില്ല. ഈ ദുആ വന്നത് കാണാം. ഈ ദുആ വേറെയും പല വാക്കുകൾ, ഇപ്പോ വന്നബിയ്യുന ഹഖ് വമുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ് എന്ന വാക്കുകൾ കൂടി ഈ ദുആ വന്നിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഈ ദുആനെ പറ്റി പണ്ഡിതന്മാർ പറയാറുള്ളത്, ഇസ്ലാമിന്റെ അഖീദയെല്ലാം ജാമിആയിട്ട് ഉൾക്കൊണ്ടിട്ടുള്ള ദുആ ആണെന്ന്. ആലോചിച്ച് വെക്കും, ഈ ആശയം യഥാർത്ഥ രൂപത്തിൽ, അള്ളാഹുവിന്റെ നാമമാണ് ഹഖ് എന്ന് പറയുന്നത്, ഈ ആശയം മനസ്സിലാക്കിക്കൊണ്ട് രാത്രി നിസ്കാരത്തിൽ ഒരടിമ അള്ളാഹുവിന് മുമ്പിൽ നിന്ന് നിസ്കരിക്കുന്നു ആലോചിച്ച് നോക്കി. വളരെ അത് ആസ്വദിച്ചവർക്ക് മനസ്സിലാകുന്ന ഒരു അനുഭവമാണത്. ഈ ദുആകളുടെ ഒരു പ്രാധാന്യം അതാണ്. കാരണം അള്ളാഹുവിനോടുള്ള മുനാജാത്തിൽ രാത്രി നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല ദുആകൾ കൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. വേറെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ثم ذكر نوعين آخرين, പിന്നെ വേറെ രണ്ട് ദുആകൾ വന്നത് കാണാം. പിന്നെ ഇത് പറയുന്നത് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറയാണ്, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ജാദുൽ മആദിൽ വേറെയും കൊടുത്തിട്ടുണ്ട്, ഇവിടെ ചുരുക്കാണ്. ثم قال فكل هذه الانواع صحت عنه, ഈ ഇനങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള ദുആകളാണ്. വറുവി അൻഹു അന്നഹു കാന യസ്തഫ്തിഹു ബി, അതുപോലെ തന്നെ ഉദ്ധരിച്ചിട്ടുള്ള മറ്റൊരു ദുആ ആണ് സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് വതബാറക ഇസ്മുക് വതആല ജദ്ദുക് വലാ ഇലാഹ ഗൈറുക്. ഈ ഒരു ദുആ വന്നിട്ടുണ്ട്. ദക്കറഹു അഹ്ലുസ് സുനൻ വല്ലദീ ഖബ്ലഹു അസ്ബതു മിൻഹു. ഇത് ഉദ്ധരിക്കപ്പെട്ടുള്ള സ്വഹീഹായിട്ടുള്ള ദുആ ആണ്. വലാകിൻ സഹ അൻ ഉമറ അന്നഹു യസ്തഫ്തിഹു ബിഹി ഫി മഖാമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള ഒന്ന്, വയജ്ഹറു ബിഹി യുഅല്ലിമുഹു നാസ, ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി നിസ്കാരത്തിൽ ഉറക്കെ പറയാറുണ്ടായിരുന്ന ഒരു ദുആ. ഖാല അഹ്മദ്, ഇമാം അഹ്മദും പറയുന്നത് ഈ ദുആ ആണ് ഞാൻ എടുക്കുന്നത്, അഥവാ അദ്ഹബു ഇലാ മാ റുവിയ അൻ ഉമർ വലൗ അന്ന റജുലൻ ഇസ്തഫ്തഹ ബിബഅലി മാ റുവിയ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഹസനൻ. അതായത് നമ്മൾ പറഞ്ഞ ഈ ദുആ ഉണ്ടല്ലോ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് എന്നുള്ളത്, അത് ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഇമാമായി നിൽക്കുമ്പോൾ ജനങ്ങൾ പഠിക്കാൻ വേണ്ടി ഉറക്കെ പറഞ്ഞിരുന്നതാണ്.
അതാണ് ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മദ്ഹബിൽ ഇസ്തിഫ്താഹിന്റെ ദുആ ആയിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു ബാക്കിയുള്ള ദുആകൾ കൊണ്ട് നിസ്കാരം ആരംഭിക്കുക എന്നുള്ളതും ശരിയായ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇതാണ് ഞാൻ എടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം അഹ്മദിന്റെ അഭിപ്രായം അതാണെന്ന് അറിയിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് നിസ്കാരം തക്ബീർ ചൊല്ലി പ്രവേശിച്ചു കഴിഞ്ഞാൽ നേരെ ഫാത്തിഹ ഓതലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഫ്താഹിന്റെ ദുആ ചൊല്ലാറുണ്ടായിരുന്നു. അത് വ്യത്യസ്ത രൂപത്തിൽ വന്നിട്ടുണ്ട്. ആ ദുആകൾ പഠിക്കുകയും അത് വ്യത്യസ്തമായി കൊണ്ട് തന്നെ നമ്മുടെ നിസ്കാരങ്ങളിൽ ചൊല്ലുകയും ചെയ്യുന്നത്, അർത്ഥം അറിഞ്ഞുകൊണ്ട് ചൊല്ലുന്നത് നമുക്ക് കൂടുതൽ നിസ്കാരത്തിൽ ഖുശൂ ലഭിക്കാനും ശ്രദ്ധ ലഭിക്കാനും കാരണമാകും. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് അടുത്ത വർഷത്തിൽ വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് യഥാർത്ഥ രൂപത്തിൽ ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.